ഓക്കെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. നിങ്ങൾക്കറിയാം, ജൂൺ മാസത്തിൽ കേന്ദ്ര സർക്കാർ കൊറോണയുടെ മറവിൽ കൊറോണ സമയത്ത് 3 ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു. ആ 3 ഓർഡിനൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റീസ്, പിന്നെ ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷുറൻസ്, പിന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഇത് 3 പ്രധാനപ്പെട്ട ഈ ഓർഡിനൻസ് അത് ബില്ലാക്കിയത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വളരെ കൃത്യമായിട്ട് അതിൻ്റെ സുന്ദരമായ വാക്കുകളിൽ കൂടെ കർഷകരെയും നമ്മളെ എല്ലാവരെയും മോഹന വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ബില്ലുകളാണ്. പക്ഷെ വാസ്തവത്തിൽ ഈ ബില്ല് മുമ്പ് തന്നെ, ഈ ബില്ല് പാർലമെന്റിൽ വരുന്നതിന് മുമ്പ് തന്നെ, ഈ മൺസൂൺ സമയത്തുള്ള പാർലമെന്റിലാണ് ബില്ല് വന്നത്. ആ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ ഹരിയാനയിലും പഞ്ചാബിലും തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ, ഈ ബില്ലിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങി. ആ സമയത്ത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലാണ് ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഈ ബില്ലിന്റെ വിശദാംശങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. ഈ ബില്ല് എങ്ങനെ കർഷകരെ ബാധിക്കുമെന്നും ഈ ബില്ലിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നതിനെ കുറിച്ചിട്ടുള്ള അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് കർഷകരെ എന്തിനു എതിർക്കണം എന്നത് തോന്നുന്നുണ്ടായിരിക്കാം. കർഷകരെ സ്വാതന്ത്ര്യരാക്കുക എന്ന മോഹന വാഗ്ദാനമാണ് പ്രധാനമന്ത്രി ചെയ്തത്. വാസ്തവത്തിൽ അവർ എന്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു എന്നതിനെ ചോദിക്കുമ്പോൾ അവർ സ്വതന്ത്രമാക്കുന്നത് ഇന്നത്തെ ഈ APMC പോലെയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും കർഷകൻ അവന്റെ പ്രോഡക്റ്റ് എവിടെ കൊണ്ട് വിൽക്കാമെന്നും പറഞ്ഞുകൊണ്ടുള്ള മോഹന വാഗ്ദാനങ്ങളാണ്. നമുക്കറിയാം ഈ ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി എന്താണെന്നുള്ളത്. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. കർഷക ആത്മഹത്യ വാസ്തവത്തിൽ ഈ ഒരു കൊറോണ സമയത്ത് മരണത്തേക്കാൾ കൂടുതൽ ആത്മഹത്യകളാണ് എന്താണ് കർഷക ആത്മഹത്യകൾ. അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ കർഷകരെ സംരക്ഷിക്കുകയും അവർക്ക് MSP എന്ന എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലേക്ക് ആക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് പകരം വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏകദേശം 6%-7% MSP കിട്ടുന്നത്. അവരെ MSPയിൽ താഴെയുള്ള പ്രൈസിൽ വിൽക്കാൻ ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നാണ് ഗവൺമെന്റ് പറയുന്ന ഈ ബില്ലുകളുടെ കാര്യം. അപ്പൊ ഈ ബില്ലിനെ കുറിച്ചുള്ള വളരെ വിശദാംശങ്ങളെ കുറിച്ചിട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ സഖാവ് രാകേഷ് ഉണ്ട്. KK രാകേഷ് പാർലമെന്റിലെ രാജ്യസഭയിലെ ചെറുപ്പക്കാര അംഗമാണ്. വളരെ ചുറുചുറുക്കോട് കൂടിയിട്ട് രാജ്യസഭയിൽ ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തുക ചെയ്ത ഒരു അംഗമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ, ഇന്ത്യയിൽ ഒട്ടേക്കുള്ള പ്രക്ഷോഭങ്ങളിൽ, ആൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലും നേതൃത്വം നൽകിയ ആളാണ് KK രാകേഷ്. മാത്രമല്ല, രാജ്യസഭയിൽ ഈ ബില്ല് ബഹുഭൂരിപക്ഷത്തോടുകൂടി, അല്ലെങ്കിൽ ലോകസഭയിലെ പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെയും ചെറിയ മിനിസ്കൂളായിട്ടുള്ള ഇടതുപക്ഷമാണ് ശക്തമായി ഇതിനായിട്ട് വാദിച്ചത്. രാജ്യസഭയിൽ തീർച്ചയായിട്ടും ഈ ബില്ല് പരാജയപ്പെടുമെന്ന് ഗവൺമെന്റ് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലാ തരത്തിലുള്ള പാർലമെന്ററി മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈ ബില്ലിനെ പാസ്സാക്കുകയാണ് ചെയ്തത്. പാസ്സാക്കുക എന്നുള്ള വാക്ക് പോലും നമുക്ക് പറയാൻ കഴിയില്ല, കാരണം പാസ്സാക്കിയോ എന്നുള്ളത് പോലും സംശയമാണ്. ഇതിനെതിരായിട്ട് രാജ്യസഭയിൽ ശക്തമായിട്ട് പ്രക്ഷോഭം നടത്തുകയും അതിനുശേഷം രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള 8 അംഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് സഖാവ് രാജേഷ്. ഇതിനുശേഷം ഒരു ദിവസം രാത്രി പാർലമെന്റിൽ തന്നെ അവിടെ ഉപവാസം ഇരുത്തുകയും ചെയ്ത് മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെ ഈ ബില്ലിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇടതുപക്ഷം ഇന്നും ഇന്ത്യയിൽ ഒട്ടുക്ക് തന്നെ കഴിഞ്ഞ 25-ാം തീയതി, സെപ്റ്റംബർ 25-ാം തീയതി രാജ്യമൊട്ടാകെ നടത്തിയിട്ടുള്ള കർഷക ബന്ദ് വളരെ വിജയകരമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് രാകേഷ്. നമ്മുടെ ജനസംസ്കൃതിയുടെ പല പരിപാടികളുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ജനസംസ്കൃതിയെ സംബന്ധിച്ചോളം രാകേഷ് ഒരു പുതിയ ആളല്ല. അതുകൊണ്ട് തന്നെ രാകേഷിനെ നമുക്ക് ജനസംസ്കൃതിക്കാർക്ക് പരിചയപ്പെടേണ്ടതോ രാകേഷ് ജനസംസ്കൃതിക്കാരെ പരിചയപ്പെടേണ്ടതോ ആവശ്യകതയില്ല. ജനസംസ്കൃതിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡ് മുതൽ
നമ്മൾ ഏകദേശം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ട് വിവിധ പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. ഏകദേശം 40ഓളം പ്രഭാഷണങ്ങളാണ് നമ്മൾ ഈ സമയങ്ങളിൽ ചെയ്തത്. അത് ലോക്ക്ഡൗണായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം നടത്തിയിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണമാണ്. അതിനുശേഷം ചർച്ചകൾ ഉണ്ടായിരിക്കും. കൂടാതെ ഈ വരുന്ന 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ജനസംസ്കൃതി എല്ലാ വർഷവും നടത്താറുള്ള AKG മെമ്മോറിയൽ ലെക്ചറും നടത്താൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവിൽ ആദ്യമായിട്ട് രാകേഷിനെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ ഇന്നത്തെ അധ്യക്ഷത വഹിക്കുന്ന ശശികുമാറിൻ്റെ ജനസംസ്കൃതിയുടെ പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ് പ്രസന്നയും സ്വാഗതം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് ലൈവ് കാണാനും ഇതിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ ചോദിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ദാമോദരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വളരെയധികം പൊതുവെ വേദനയിലായിരുന്ന കർഷകരുടെ വേദന ഇരട്ടിക്കുന്ന, അവരുടെ യാതനകൾ ഇരട്ടിക്കുന്ന, അവരുടെ കഷ്ടതകൾ ഇരട്ടിപ്പിക്കുന്ന ഒരു ബില്ലാണ് വളരെ ഒരു മധുരത്തിൽ പൊതിഞ്ഞ വിഷം പോലെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ശരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതുപക്ഷവും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷവും ശക്തമായി ഉന്നയിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ അടുത്ത പടിയായി തന്നെ ഈ കർഷകരുടെ ജീവിതത്തെ മുഴുവൻ തീരാ ദുഃഖത്തിലാക്കുന്ന ഈ കർഷക ബില്ലിനെ എതിർക്കേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കർഷക ബില്ലിനെ പറ്റിയിട്ടുള്ള ഭരണകക്ഷിയുടെ പ്രചരണങ്ങൾ പലപ്പോഴും സാധാരണക്കാരിൽ തെറ്റിദ്ധാരണകൾ പുലർത്തുന്നുണ്ട്. പല മോഹന വാഗ്ദാനങ്ങളുമാണ് അതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഈ മണ്ടി ഇല്ലാതെ കർഷകർക്ക് വിൽക്കാമെന്ന് പറയുമ്പോഴും ഇത് വളരെ തിരക്ക് പിടിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലത്തെ ജനാധിപത്യ മര്യാദകളെയും പാർലമെന്ററി മര്യാദകളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ നിർബന്ധ ബുദ്ധിയ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ബില്ല് പാസാക്കി എന്ന വരുത്തി തീർത്തതിലും MSPയെ പറ്റി ഒരു അക്ഷരം മിണ്ടാതെ രേഖാമൂലം പോലും പറയാതെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്നതും അതുപോലൊപ്പം തന്നെ സഖ്യകക്ഷികൾ പോലും പിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചേരിതിരിവിന് കാരണമാക്കിയ കർഷക ബിൽ എന്തുകൊണ്ടും ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനസംസ്കൃതി എപ്പോഴും സാധാരണക്കാരൻ്റെ ഒപ്പം അധ്വാനിക്കുന്നതിനൊപ്പം കർഷകരുടെ ഒപ്പം നിൽക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബില്ലിനെ എതിർക്കുന്നത്, എങ്ങനെയാണ് ഇത് കർഷക വിരുദ്ധമാകുന്നത് എന്നുള്ളത് അറിയാനും കൂടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സഖാവ് KK രാകേഷ് ജനസാഖ്യ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാന കാലം തൊട്ട് തന്നെ നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാകേഷ്. അപ്പോൾ അദ്ദേഹം നമുക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഇന്ന് ഈ കർഷക ബില്ലിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നണി പടയാളികളിൽ പ്രധാനിയായിട്ട് നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ആകെ കർഷകർക്ക് പ്രതീക്ഷയും ആവേശമായി നിൽക്കുന്ന ശ്രീ രാകേഷിനെ തന്നെ നമുക്ക് ഇന്ന് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ ഇതിലേക്ക് കടക്കാതെ തന്നെ ഞാൻ ശ്രീ രാകേഷിനെ സന്തോഷപൂർവ്വം ഈ തൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം നിങ്ങൾക്കുള്ള ഇവിടെ പ്രേക്ഷകർക്കുള്ള സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ ശക്തമായ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പ്രഭാഷണ ശേഷം ഇതിനെ സംവാദമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വാഗതം. ശ്രീ KK രാകേഷ്. ഈ ഫേസ്ബുക്ക് ലൈവ് പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ശശികുമാർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ദാമോദരൻ, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന KK പ്രസന്ന ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനസംസ്കൃതിയുടെ പ്രവർത്തകരെ, ഡൽഹി മലയാളി സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് കർഷക ബിൽ പ്രത്യാഘാതങ്ങളും ചെറുത്തു നിൽക്കും. വളരെ പ്രസക്തമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നാം പരസ്പരം സംവദിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സീനിയർ അംഗങ്ങളായിട്ടുള്ളവർ ഉൾപ്പെടെ പറയുന്നത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്.
അതില് ഏറ്റവും ഉയർന്ന ജനാധിപത്യ മര്യാദകളെ ലംഘിക്കുന്ന, പാർലമെന്ററി നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തുന്ന, പ്രതിപക്ഷ ബഹുമാനം ഒട്ടുമില്ലാത്ത വിധത്തിൽ നിലപാട് സ്വീകരിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ആദ്യം എനിക്ക് തോന്നുന്നു, എന്താണ് ഈ ബില്ലിനെ നമ്മുടെ രാജ്യത്തെ കർഷകർ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ആദ്യം പരിശോധിക്കുന്നതാണ് ഉചിതമെന്നാണ് തോന്നുന്നത്. ഇതില് നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം നമുക്കറിയാം, വാഗ്ദാനം നൽകുന്ന സമയത്ത് വാരിക്കോരി വാഗ്ദാനം നൽകുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആ ഒരു ആവേശം, ആ ഒരു വാക്ചാതുര്യം അദ്ദേഹത്തിൽ പിന്നീട് കാണില്ല. സഖാവ് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക. സഖാവ് യെച്ചൂരി പറഞ്ഞത്, പ്രധാനമന്ത്രി എന്തെങ്കിലും വാഗ്ദാനം നൽകാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ഡയറിയ പിടിപെട്ട പോലെയാണ്. വല്ലാതെ അങ്ങ് പറഞ്ഞാടി, പിടിച്ചാൽ കിട്ടില്ല. എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് കോൺസ്റ്റിപ്പേഷൻ. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. രാജ്യത്തെ കർഷകരോട് അദ്ദേഹം പറഞ്ഞു, 2020 നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാൻ പോവുക. ഈ വർഷമാണ് 2020. ഞാൻ പാർലമെന്റിൽ പറഞ്ഞു, വരുമാനമല്ല ഇരട്ടിയായത് കർഷകരുടെ ആത്മഹത്യ. രാജ്യത്ത് കർഷക ആത്മഹത്യ ഇരട്ടിയായി. പക്ഷേ കർഷക ആത്മഹത്യ തടയുന്നതിന് വേണ്ടി മോഡി മാതൃകയിലുള്ള ഒരു പോംവഴി കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ചു. ആ പോംവഴി മറ്റൊന്നുമല്ല, 2016 മുതൽ കർഷക ആത്മഹത്യയുടെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല. അതോടുകൂടി ആത്മഹത്യ വാർത്തയല്ലാതായി. ഇതാണ് മോഡി മാതൃകയിലുള്ള ഒരു പരിഹാരമാർഗം. ഇങ്ങനെയൊക്കെയാണ്. ആത്മഹത്യയുടെ കണക്ക് പ്രസിദ്ധീകരിക്കാതിരിക്കുക, ആത്മഹത്യ അതോടുകൂടി ഇല്ലാതാക്കുക. അപ്പൊ കർഷക ആത്മഹത്യയാണ് നമ്മുടെ രാജ്യത്ത് വൻതോതിൽ വർദ്ധിച്ചിട്ടുള്ളത്. കാർഷിക വരുമാനം ഇടിയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴ് പുതിയ 3 ബില്ലുകളിലൂടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു, കർഷകർക്ക് ഞാനിപ്പോ അതിനേക്കാൾ വലിയ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോകും. കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യത്തെ കർഷകർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നരേന്ദ്രമോദിയും കൂട്ടരും വല്ലാതെ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിച്ചത് ജൂൺ മാസം 5 ജൂൺ 5 ഈ 3 ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചത്. അതോടുകൂടി കർഷകർക്ക് സ്വാതന്ത്ര്യമായി എന്നാണ് നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും വാദം. എന്ന് പറഞ്ഞാല് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാൻ സ്വാതന്ത്ര്യം കിട്ടി. നമ്മളൊന്ന് ആലോചിച്ച് ഇത് കേട്ടാ തോന്നും, ഇത്രയും കാലം കർഷകർ തങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാതെ ഉണ്ടാക്കിയതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി പത്തായപ്പുരയിൽ ഇങ്ങനെ അടുക്കി വെച്ച് എന്നിട്ട് തിന്നു തീർക്കുകയായിരുന്നു തോന്നിപ്പോവില്ലേ? കാർഷിക ഉൽപ്പന്നങ്ങൾ നേരത്തെ ഉണ്ടാക്കുന്നുണ്ട്, ആ ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ വിൽക്കുന്നുണ്ട്. ആ വിൽപ്പന നടത്തുന്നതിന് വ്യത്യസ്ത രീതിയുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് ചില ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില MSP പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23 ഉൽപ്പന്നങ്ങൾക്കാണ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ താങ്ങുവില പ്രഖ്യാപിച്ചാലും ആ താങ്ങുവില ലഭ്യമാകണമെങ്കിൽ, കർഷകർക്ക് ലഭിക്കണമെങ്കിൽ, വെറുതെ പ്രഖ്യാപിച്ചതുകൊണ്ട് താങ്ങുവില ലഭിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ കർഷകരിൽ നിന്ന് താങ്ങുവില പ്രഖ്യാപിക്കപ്പെട്ട ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടക്കാരൻ ആ താങ്ങുവില നൽകണമെന്ന് എവിടെയെങ്കിലും വ്യവസ്ഥയുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നൽകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരിക്കലും നൽകാറില്ല. എങ്ങനെയാ താങ്ങുവില കർഷകർക്ക് ഉറപ്പുവരുത്തുക? ഉറപ്പുവരുത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് കേന്ദ്ര സർക്കാർ സംഭരിക്കണം. കർഷകരിൽ നിന്ന് താങ്ങുവില നൽകിക്കൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കണം.
അങ്ങനെ സംഭരിക്കുന്നതിന്റെ സംവിധാനം ഇപ്പോഴുണ്ടോ? FCI ഇപ്പോൾ 2 ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായി സംഭരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഗോതമ്പും നെല്ലും. പിന്നെ വേറെ ചിലയിടങ്ങളിൽ അത്യാവശ്യം പരിപ്പും മറ്റു ഉൽപ്പന്നങ്ങളും വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന്റെ വളരെ കുറച്ച് ചില സാധനങ്ങൾ സംഭരിക്കുന്നുണ്ട് എന്നുള്ളത്, പയറ് വർഗ്ഗങ്ങളൊക്കെ കുറച്ച് സംഭരിക്കുന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷെ ഏറ്റവും പ്രധാനമായി സംഭരിക്കുന്നത് ഈ 2 ഉൽപ്പന്നങ്ങളാണ്. ഈ 2 ഉൽപ്പന്നങ്ങളുടെ സംഭരണ രീതി എങ്ങനെയാ? ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പരമാവധി വന്ന ഒരു 35% വരെയാണ് സംഭരിക്കുന്നത്. അപ്പോ നെല്ലിന്റെയും അതുപോലെ തന്നെ ഗോതമ്പിന്റെയും കാര്യത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ താങ്ങുവില ലഭ്യമാകുന്നത് കേവലം 35% വരുന്ന ഉൽപ്പന്നത്തിന് മാത്രമാണ്, ഉൽപാദനത്തിന് മാത്രമാണ്. നെല്ല് ഗോതമ്പ് മാത്രം. മറ്റുള്ള ഉൽപ്പന്നങ്ങളോ 23 ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യം കൃഷിക്കാർക്ക് വരുമാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യ പടിയുടെ കേന്ദ്ര സർക്കാരിന്റെ FCIയുടെ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിതി. എന്നാൽ അതിനുശേഷം FCI സംഭരിച്ച ഈ ഉൽപ്പന്നം ബാക്കിയുള്ളത് എവിടെയാ പോകുന്നത്? അതുപോലെ തന്നെ താങ്ങുവില ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ ഉൽപ്പന്നം എവിടെയാ പോകുന്നത്? 2 വിധത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കപ്പെടുന്നത്. ഒന്ന്, പ്രധാനമായി ഉൽപാദക സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ടുള്ള APMC ആക്ടിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡി സമിതി. ആ മണ്ഡി സമിതികൾ കർഷകരെടുത്ത് ഉൽപ്പന്നങ്ങൾ എടുത്ത് മണ്ഡി സമിതികൾ കൊണ്ടുപോവുകയാണ്. മോദിയും കൂട്ടരും പ്രധാനമന്ത്രിയും കൂട്ടരും പറയുന്നത് ഈ മണ്ഡി സമിതികളിൽ പോയില്ലെങ്കിൽ കർഷകർക്ക് ഉൽപ്പന്നം വിൽക്കാൻ കഴിയില്ല എന്നാണ്. പരമാബദ്ധാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ കേവലം 30% മാത്രമേ മണ്ഡി സമിതികളിൽ എത്തുന്നുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. 30% മാത്രമേ എത്തുന്നുള്ളൂ. എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ എത്തിക്കണമെന്നാണ് കർഷകരുടെ ആഗ്രഹം. എന്തുകൊണ്ടാണ്? ബാക്കി 30% കഴിഞ്ഞ് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ പലപ്പോഴും കൃഷിക്കാർ നേരിട്ട് വിൽക്കേണ്ടി വരുന്നു. നേരിട്ട് വിൽക്കുമ്പോൾ കച്ചവടക്കാര് പോയി നെഗോസിയേഷൻ നടത്തി നേരിട്ട് വിൽക്കുന്ന സമയത്ത് മണ്ഡി സമിതികളിൽ ലഭിക്കുന്ന തുക പോലും കൃഷിക്കാർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കർഷകർ മണ്ഡി സമിതികളിൽ പോകുന്നത്. എന്തുകൊണ്ടാണ് മണ്ഡി സമിതികളിൽ പോകുന്നത്? മണ്ഡി സമിതികളിൽ MSP ഒന്നും ഉറപ്പുവരുത്തിയിട്ടില്ല. പക്ഷേ താരതമ്യേന ഉയർന്ന വില ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചില മെക്കാനിസം അവിടെയുണ്ട്. അത് ഈ ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡി സമിതികളിലൂടെ ലേലം വിളിച്ചാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. ഇങ്ങനെ ലേലം വിളിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഒരു ബെഞ്ച് മാർക്ക് പ്രൈസ് അവിടെ നിശ്ചയിക്കും. ഒരു ബേസ് പ്രൈസ് ഉണ്ടാവും. ആ ബേസ് പ്രൈസിന്റെ മേലെയാണ് ലേലം വിളിക്കുന്നത്. അങ്ങനെ ലേലം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് താരതമ്യേന മെച്ചപ്പെട്ട തുക, പലപ്പോഴും MSP ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ എങ്കിൽ പോലും താരതമ്യേന മെച്ചപ്പെട്ട ഒരു തുക കർഷകർക്ക് ലഭിക്കുന്നു. അപ്പൊ ഒരു മത്സരത്തിന്റെ എലമെന്റ് അവിടെയുണ്ട്. ആ മത്സരത്തിന്റെ എലമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട തുക കർഷകർക്ക് ലഭിക്കുന്ന നിലയുണ്ട്. എന്നാൽ ഈ മണ്ഡി സമിതികളെ സംബന്ധിച്ച് വിമർശനമില്ലേ? വിമർശനമുണ്ട്. എന്താ വിമർശനം? മണ്ഡി സമിതികൾ ഉദ്യോഗസ്ഥന്മാരെ ഒത്തുകളിക്കുന്നു. അതുപോലെ തന്നെ ലേലം വിളിക്കാൻ വേണ്ടി വരുന്ന ഇടനിലക്കാർ ഒത്തുകളിക്കുന്നു. അതുകൊണ്ട് വില കൂട്ടി വിളിക്കാത്ത പ്രശ്നം ഉണ്ടാവുന്നു. അതുപോലെ ചില അഴിമതിയുടെ പ്രശ്നം. അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും സ്റ്റോറേജ് സംഭരിച്ച് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോറേജ് സൗകര്യം ഇല്ലാത്ത പ്രശ്നം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കുന്നതിന്റെ ചില വിഷയങ്ങൾ. അപ്പൊ ഇതെല്ലാം ചേർന്നുകൊണ്ട് മണ്ഡി സമിതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിമർശനമുണ്ട്. അങ്ങനെയുള്ള ചില വിമർശനങ്ങൾ അത് അവിടെ പരിഹരിക്കേണ്ട വിമർശനമാണ്. ആ വിമർശനങ്ങളാണ് BJP മഹാകാര്യമായി ഉയർത്തി കാണിക്കുന്നത്. ഈ വിമർശനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയും കൂട്ടരും കേന്ദ്ര സർക്കാർ കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകിയത്, സ്വാതന്ത്ര്യം ഇൻ ഇൻവേർട്ടർ കൊമാസ്, സ്വാതന്ത്ര്യം നൽകിയത് എങ്ങനെയാ? നിങ്ങൾ ഇനി മുതൽ മണ്ഡി സമിതിയിലേക്ക് പോകേണ്ട, നേരിട്ട് വിറ്റാൽ മതി. നേരിട്ട് ഇപ്പൊ തന്നെ കർഷകർ വിൽക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ FCI വാങ്ങിയിട്ടുള്ള ഉൽപ്പന്നം, അതിനുശേഷം മണ്ഡി സമിതികളിൽ എത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിനുശേഷം വരുന്ന ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർ നേരിട്ട് തന്നെ കൊടുക്കുന്നു. കാരണം അവർക്ക് മണ്ഡി സമിതികൾ, പലർക്കും ആവശ്യമുള്ളത്ര മണ്ഡി സമിതികൾ ഇല്ല, ചന്തകളില്ല. അപ്പൊ അവിടത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഫലമായിട്ട് നേരിട്ട് കൊടുക്കേണ്ടി വരുന്നു. ആ നേരിട്ട് കൊടുക്കുന്ന സംവിധാനത്തിലാണ് കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ വില ലഭിക്കുന്നത്.
MSP ലഭിക്കുന്ന സർക്കാർ എടുക്കുമ്പോൾ, എന്നാൽ വളരെ കുറച്ചേ സർക്കാർ എടുക്കുന്നുള്ളൂ. മണ്ഡി സമിതികളിൽ താരതമ്യേന മെച്ചപ്പെട്ട വില ലഭിക്കുന്നു. MSP പലപ്പോഴും ലഭിക്കുന്നില്ല. എന്നാൽ നേരിട്ട് കൊടുക്കുന്ന സമയത്ത് വില വളരെ കുറവാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഇതാണ് കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം. അവിടെയാണ് മോദിയും കൂട്ടരും ഒരു സൂത്രപ്പണി കണ്ടുപിടിച്ചത്. ഇനി മുതൽ മണ്ഡി സമിതികളുടെ ആവശ്യമില്ല. മണ്ഡി സമിതികൾ, ഗവൺമെന്റ് പറയുന്നത് മണ്ഡി സമിതികൾക്കുള്ളിൽ വെക്കാം, അതിനെന്താ തടസ്സം? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. മണ്ഡി സമിതികൾ തകർക്കലായിരിക്കും രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നീക്കം. എങ്ങനെയാണോ റിലയൻസിന്റെ ജിയോ നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിൽ റിലയൻസുകാരൻ എത്തിച്ചത്, അതുപോലെ വളരെ ആസൂത്രിതമായി മണ്ഡി സമിതികളെ പൊളിക്കാൻ, അങ്ങനെ റിലയൻസിന്റെ ജിയോ നമ്മുടെയൊക്കെ പോക്കറ്റിൽ എത്തിച്ച് അതിനുശേഷം മറ്റുള്ള ടെലികോം കമ്പനികളൊക്കെ ഏതാണ്ട് പൂട്ടിച്ചത് എങ്ങനെയാണോ, സമാനമായ വിധത്തിൽ മണ്ഡി സമിതികളെ പൂട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അറിയാം. മണ്ഡി സമിതികൾ പൂട്ടും. അതോടുകൂടി കാർഷിക മേഖലയുടെ കുത്തകാവകാശം രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ലഭിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാ കുത്തക? രണ്ട് വിധത്തിലാണ് കുത്തക. ഒന്ന്, കോൺട്രാക്ട് ഫാമിങ്ങിൽ ഏർപ്പെടാം. അതിനു വേണ്ടി ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കി. ആ കോൺട്രാക്ട് ഫാമിങ്ങിൽ കർഷകർക്ക് മതിയായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫാമിംഗ് ഒരു എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാനുള്ള എഗ്രിമെന്റ്. എവിടെയാണ് കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാൻ വേണ്ടി പോകുന്നത്? ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഈ ബില്ലിനകത്തുണ്ടോ? അതോടൊപ്പം തന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ കോർപ്പറേറ്റുകൾ വാങ്ങുമ്പോൾ ഉയർന്ന വില കർഷകർക്ക് ലഭ്യമാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടോ? ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ ആകെ പറയുന്നത് ഇങ്ങനെ തുറന്ന കമ്പോളം ഉണ്ടാകുന്നതോടുകൂടി, കാർഷിക കമ്പോളമാകെ പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിമുക്തമാകുന്നതോടുകൂടി ഇഷ്ടം പോലെ വൻകിടക്കാർ വന്ന്, ഒരുപാട് വൻകിടക്കാർ ഈ മേഖലയിൽ വരികയും അങ്ങനെ വന്നവരൊക്കെ കർഷകരോട് വിലപേശുകയും അങ്ങനെ വിലപേശി കഴിഞ്ഞാൽ കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുകയും ചെയ്യും എന്നുള്ള ഒരു റെട്ടറിക്, ഒരു വാചാടോപമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വെച്ച് നടത്തുന്നത്. എന്താ സംഭവിക്കാൻ പോകുന്നത്? കാർഷിക മേഖലയിൽ ഇടപെടുന്ന, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ട്. കുത്തക കമ്പനികൾ, റിലയൻസ്, അതുപോലെ തന്നെ അദാനി വിൽമർ, വാൾമാർട്ട്, മൊൺസാൻഡോ, കാർഗിൽ, ഇങ്ങനെയൊക്കെയുള്ള വൻകിട കുത്തകളുണ്ട് നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. രാജ്യാന്തരമായിട്ടുള്ള കുത്തകളുണ്ട്. ഈ കുത്തകകളുടെ വിളനിലമായി കാർഷിക മേഖല മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് രാജ്യത്തെ കൃഷിക്കാരൻ സർക്കാരിന്റെ പിന്തുണയില്ലാതെ കോർപ്പറേറ്റുകളുമായി വില പേശുമ്പോൾ എങ്ങനെയാണ് കൃഷിക്കാർക്ക് ഉയർന്ന വില ലഭിക്കുക? അതിനെന്താണ് ഒരു സാധ്യത? സാധ്യതയില്ല എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിലപേശൽ തന്നെ നിങ്ങളൊന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. ആരോടാ വിലപേശുന്നത്? അദാനിയും അംബാനിയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകരോട് വിലപേശുകയാണ്. ആർക്കാണ് എഡ്ജ് കിട്ടുക? ആർക്കാണ് ബാർഗെയിനിങ് പവർ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റുകൾക്ക് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടി സാമാന്യ ബുദ്ധി മതി. എന്തുകൊണ്ടാ? അതേസമയത്ത് കർഷകരുടെ ഒരു സ്ഥിതി എന്തായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കി. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കുക എന്നുള്ളതാണ് കർഷകന്റെ താല്പര്യം, അല്ലെങ്കിൽ നശിച്ചു പോകും. രണ്ടാമത്തത്, ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൃഷിക്കാരെ ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലോൺ തിരിച്ചടക്കണം കർഷകനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തത്, അടുത്ത വിളക്ക് വേണ്ടിയിട്ട് വിത്തിറക്കാൻ, പാടമൊരുക്കാൻ, അതിനൊക്കെ തുക കണ്ടെത്തണം കർഷകൻ. അതുപോലെ തന്നെ തന്റെ ഫാമിലി, കുടുംബത്തെ പോറ്റേണ്ട ഒരു പ്രശ്നമുണ്ട് കർഷകനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ കർഷകനാണ് സമ്മർദ്ദത്തിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് വിറ്റഴിക്കുക എന്നുള്ളത് മാത്രമാണ് കർഷകന്റെ ലക്ഷ്യം. ആ കർഷകന് ഒരു കാരണവശാലും ബാർഗെയിനിങ് പവർ ഉണ്ടാവില്ല, വിലപേശൽ ശേഷി ഉണ്ടാവില്ല. എന്നാൽ നേരെ തിരിച്ച് വലിയ ലെവൽ പ്ലേയിങ് ഫീൽഡ് കർഷകൻ ലഭിക്കുമെന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തൊരു അബദ്ധമാണ്. ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ലഭിക്കുന്നത് കോർപ്പറേറ്റുകൾക്കാണ്. അവർക്ക് കൃഷിക്കാരെ പിഴിഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു. സർക്കാരിന്റെ ഒരു നിയന്ത്രണവും ഇല്ലാതെ
കൃഷിക്കാരെ പിഴിഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭ്യമാകുന്നത്. അങ്ങനെ ലഭിച്ച് കോൺട്രാക്ട് ഫാമിങ്ങിന്റെ സ്ഥിതി തന്നെ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നേരത്തെ ഒരു വില നിശ്ചയിച്ചെങ്കിലും പിന്നീട് അത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് വില കുറക്കാനും ഒക്കെ കോർപ്പറേറ്റുകൾക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ പിഴിഞ്ഞെടുത്ത് കൈയടക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ആ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുവാനുള്ള അൺഫെറ്റേഡ് ഫ്രീഡം, ഒരു നിയന്ത്രണവുമില്ലാതെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഈ നിയമത്തിലൂടെ നൽകിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തത്. നിലവിലുള്ള നിയമം അനുസരിച്ച്, നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് അവശ്യ വസ്തു നിയമപ്രകാരം നമുക്ക് ആവശ്യം പോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കാൻ, ശേഖരിച്ചു വെക്കാൻ, എന്നിട്ട് അത് എൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം കമ്പോളത്തിലിറക്കാൻ ഒന്നും കഴിയുമായിരുന്നില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അതൊക്കെ നിയമവിരുദ്ധമായിരുന്നു. ആ ഏർപ്പാടിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരുണ്ട്, ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റ്, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. ആ പൂഴ്ത്തിവെപ്പിനെയും കരിഞ്ചന്തയെയും നിയമവിധേയമാക്കുകയാണ് കേന്ദ്ര സർക്കാർ അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ അത് നിയമവിധേയമാകുന്നത്? ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കാം, എത്ര വേണം സംഭരിക്കാം, സംഭരണ പരിധി പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ആ സംഭരണ പരിധിയുടെ മേലെ, അല്ലെങ്കിൽ ആ സംഭരണത്തിന്റെ മേലെ, കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ വാങ്ങിയതാണെങ്കിൽ യുദ്ധം വന്നാലും ഫാമിൻ വന്നാലും ഒരു നിയന്ത്രണം ഒരു ഘട്ടത്തിലും ഇടപെടാൻ പറ്റില്ല. അത് ഈ കോർപ്പറേറ്റിന് ഉള്ള അവകാശമാണ്, അതിന്റെ മേലെ തൊടാൻ പറ്റില്ല, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുപോലെ തന്നെ വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് സംഭരിച്ചതാണെങ്കിൽ അതും തൊടാൻ വേണ്ടി പറ്റില്ല. യുദ്ധം വന്നാൽ അല്ലെങ്കിൽ ഒരു ഭക്ഷ്യക്ഷാമം പൊട്ടിപ്പുറപ്പെട്ടാൽ, അസാധാരണമായ സാഹചര്യം ഉണ്ടായാൽ മാത്രം ഗവൺമെന്റിന് വേണമെങ്കിൽ ഇടപെടാം. ഇതാ വ്യവസ്ഥ. എന്തൊരു അപകടകരമായിട്ടുള്ള നിയമമാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഫലമായി സംഭവിക്കുന്നത് എന്താ? ഈ ഉൽപ്പന്നങ്ങൾ കോർപ്പറേറ്റുകൾ തങ്ങളുടെ ശീതീകരിച്ച ഗോഡൌണുകളിൽ സൂക്ഷിച്ചു വെക്കും. നമുക്കറിയാം, കർഷകരിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള ചില ഉദാഹരണം ഉണ്ടല്ലോ. ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് പലപ്പോഴും 1 കിലോ ഉള്ളിക്ക് 5 രൂപയാണ് കിട്ടുന്നത്. ഇപ്പോഴും സംഭരണ പരിധി ഉണ്ടായിട്ട് കൂടി, നേരത്തെ സംഭരണ പരിധി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കൂടി ആ ഉള്ളി മാർക്കറ്റിലെത്തുന്ന സമയത്ത് പലപ്പോഴും ഡൽഹിക്കാരായ നിങ്ങൾ 150 രൂപയും 200 രൂപയും 1 കിലോ ഉള്ളിക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഉള്ളിക്ക് കർഷകന് ലഭിച്ചിട്ടുള്ള വില എന്ന് പറയുന്നത് 5 രൂപയോ 4 രൂപയോ ഒക്കെയാണ്. ഇതാണ് വൻകിടക്കാർ വാങ്ങിയിട്ട് അവരുടെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിട്ട് ഡിമാൻഡ് ഇടാൻ സമയത്ത് മാർക്കറ്റിൽ ഇറക്കി കൊള്ള ലാഭം കൊയ്യുന്ന ഏർപ്പാട് നമുക്കറിയാം. അത് സകല ഉൽപ്പന്നങ്ങളുടെയും മേലെ ഇനി വരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഈ വിളവെടുക്കുന്ന സന്ദർഭങ്ങളിൽ, സീസണുകളിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വില, സീസൺ ആകുന്ന സന്ദർഭങ്ങളിൽ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കിട്ടും മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ. എന്നാൽ ഇനി മുതൽ ഉപഭോക്താവിന് എല്ലാ ഘട്ടത്തിലും ഉയർന്ന വില നൽകേണ്ടി വരും. കാരണം കമ്പോളത്തിലെ ഡിമാൻഡിനനുസരിച്ച്, ഡിമാൻഡ് ഇല്ലെങ്കിൽ ഡിമാൻഡ് കൃത്രിമക്ഷാമത്തിലൂടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് വില ഉയർത്തി മാത്രമേ ഇനി മുതൽ കമ്പോളത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ വരൂ. അപ്പൊ ഇതിന്റെ ഫലമായി സംഭവിക്കുന്ന എന്താ? ഒരു ഭാഗത്ത് കർഷകനെ ചൂഷണം പിഴിഞ്ഞെടുക്കുന്നു, മറുഭാഗത്ത് ഉപഭോക്താക്കളെ, കൺസ്യൂമേഴ്സിനെ പിഴിഞ്ഞെടുക്കുന്നു. അങ്ങനെ രണ്ട് വിഭാഗങ്ങളെയും ഒരേപോലെ പിഴിഞ്ഞെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരമൊരുക്കിയിട്ടുള്ള നിയമമാണ് BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും. ഇതാണ് വസ്തുത. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ഇതിന്റെ പേര് കോവിഡ് പാക്കേജ്, കർഷകർക്ക് വേണ്ടിയുള്ള കോവിഡ് പാക്കേജ് എന്നാണ് പറഞ്ഞത്. പക്ഷേ കോവിഡ് പാക്കേജ് ഒക്കെ ആയിരിക്കും, പക്ഷേ അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള പാക്കേജ് ആണ് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ ഇതാണ് പ്രശ്നം. ഇക്കാരണത്താലാണ് രാജ്യത്താകെ അതിശക്തമായ കർഷക പോരാട്ടങ്ങൾ ഉയർന്നു വന്നത്. ആ പോരാട്ടങ്ങളുടെ സമ്മർദ്ദം ഇപ്പൊ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ യഥാർത്ഥത്തിൽ ലോക്സഭയിൽ ഈ ബില്ല് വന്ന സമയത്ത് ശബ്ദ വോട്ടോടെ ആ ബില്ലങ്ങ് പാസ്സായി. അതിനെതിരായിട്ട് ഒരു നിരാകരണ പ്രമേയം കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇടതുപക്ഷത്തിന്റെ ശബ്ദം ലോകസഭയിൽ വളരെ ദുർബലമാണ്. നിരാകരണ പ്രമേയമില്ല, ഭേദഗതിയില്ല. അത് പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് വിടണം, സ്ക്രൂട്ടിനി നടത്തണമെന്നുള്ള ആവശ്യമില്ല. ഒന്നുമില്ലാതെ ശബ്ദ വോട്ടോടെ വളരെ എളുപ്പം പാസ്സാകുന്ന സ്ഥിതി. അങ്ങനെ പാസ്സാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിലാണ്
രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരം, കിസാൻ സഭ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി, 200-200-ലേറെ കർഷക സംഘടനകൾ ചേരുന്ന ഒരു സംവിധാനമാണ് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി. അതിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഉയർന്നു വരുന്നു. ആ സമരങ്ങളുടെ ഒരു പശ്ചാത്തലം, ആ ഘട്ടത്തിലാണ് ഈ ബില്ല് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഞങ്ങള് ഈ ബില്ല് വരാൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രാജ്യസഭാ സമ്മേളനം, പാർലമെന്റ് സമ്മേളനത്തിന്റെ ഡേറ്റായ പ്രഖ്യാപിച്ച ദിവസം തന്നെ ഇതിന്റെ മേലെ ഞങ്ങൾ ഇടതുപക്ഷ അംഗങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ നൽകി. ഭരണഘടനയുടെ 123-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് ഇറക്കും. ആ ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് നൽകുന്ന അതേ ഭരണഘടനാ വകുപ്പ് 123-ാം വകുപ്പിന്റെ 2A ഉപവകുപ്പ് നോക്കിയാൽ ആ ഓർഡിനൻസ് പാർലമെന്റിൽ നിരാകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് അധികാരം നൽകുന്നു. അങ്ങനെ ആ 2A ഉപവകുപ്പ് അനുസരിച്ചാണ് ഈ ബില്ലിനെതിരായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ നിരാകരണ പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നു. നിരാകരണ പ്രമേയം പാർലമെന്റ് പരിഗണിക്കുന്നത് ആരാണോ ഏറ്റവും ആദ്യം നൽകിയത് അവരുടെ പേരിലാണ് നിരാകരണ പ്രമേയം പരിഗണിക്കുക. ഏറ്റവും ആദ്യം ഞങ്ങൾ ഇടതുപക്ഷ അംഗങ്ങളാണ് നൽകിയത്. പിന്നീട് പാർലമെന്റ് സമ്മേളനമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി ഉയർന്നു വരുന്നു, പുറത്തുനിന്നുള്ള വലിയ സമ്മർദ്ദം വരുന്നു, പ്രക്ഷോഭത്തിന്റെ സമ്മർദ്ദം വരുന്നു എന്നൊക്കെ കണ്ടപ്പോഴാണ് ഈ ബില്ല് പരിഗണിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം മറ്റ് ചില കക്ഷികളുടെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ അംഗങ്ങളും നിരാകരണ പ്രമേയം പാർലമെന്റിൽ നൽകി. പക്ഷെ നിരാകരണ പ്രമേയം ഏറ്റവും ആദ്യം നൽകിയ ആളുകൾക്ക് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ വേണ്ടി അവസരം ലഭിച്ച ഒരാളായിരുന്നു ഞാൻ. നിരാകരണ പ്രമേയം പാർലമെന്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്, ബില്ല് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പെയാണ് നിരാകരണ പ്രമേയം ലിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബില്ല് പിന്നീട് മന്ത്രി അവതരിപ്പിക്കുന്നതിന് മുമ്പ് നിരാകരണ പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രമേയ അവതാരകന് അവസരം ലഭിക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒന്നിച്ചു വെച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്യുക. ചർച്ചയ്ക്ക് ശേഷം നിരാകരണ പ്രമേയം അവതരിപ്പിച്ച ആൾക്ക് മറുപടി നൽകാനുള്ള അവസരം ഏറ്റവും ആദ്യമാണ് നൽകുന്നത്. പിന്നീടാണ് മന്ത്രി മറുപടി പറയും. ഇതാണ് നടപടിക്രമം. അപ്പൊ ഞങ്ങള് നിരാകരണ പ്രമേയം മാത്രമല്ല, അതിന്റെ കൂടെ ഇടതുപക്ഷ അംഗങ്ങൾ ഞങ്ങളെല്ലാം ചേർന്ന് ഈ വാസ്തവത്തിൽ 3 മോഷൻ ഉണ്ടായിരുന്നു. ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള മോഷൻ. അതിലൊന്ന് എന്റേതായിരുന്നു, രണ്ടാമത്തത് ഡെറിക് ഒബ്രോയൻ എന്ന് പറയുന്ന അംഗത്തിന്റെ ആയിരുന്നു, മൂന്നാമത്തത് തിരിച്ചു ശിവ എന്ന് പറയുന്ന അംഗത്തിന്റെ മോഷൻ. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് നിരവധി ഭേദഗതികൾ നൽകി. ആ ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, യഥാർത്ഥത്തിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള ഭേദഗതി പാർലമെന്റ് ആകെ ചർച്ച ചെയ്യുന്ന നിലയുണ്ട്. ആ ഭേദഗതിയായിരുന്നു MSP ഉറപ്പുവരുത്തണമെന്നുള്ളത്. അതിന് 3 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഇപ്പൊ 22-23 ഐറ്റത്തിന് മാത്രമേ MSP പ്രഖ്യാപിക്കുന്നുള്ളൂ, എല്ലാത്തിനും കിട്ടുന്നില്ല. പക്ഷെ പ്രഖ്യാപനം പോലും 23-നേ ഉള്ളൂ. ഭേദഗതിയിൽ പറഞ്ഞു എല്ലാ ഉൽപ്പന്നങ്ങൾക്കും MSP പ്രഖ്യാപിക്കണം. ഒന്ന്. രണ്ടാമത്തത്, സ്വകാര്യ വ്യക്തികൾ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ചുരുങ്ങിയത് MSP എങ്കിലും നൽകിയിട്ട് മാത്രമേ വാങ്ങാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ കോൺട്രാക്ട് ഫാമിങ്ങിന്റെ ഭാഗമായി കരാറിൽ ഏർപ്പെടുമ്പോഴും ബെഞ്ച് മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് MSP ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഭേദഗതി. മൂന്നാമത്തത്, ഈ MSP പോലും നൽകാതെയാണ് ഏതെങ്കിലും കമ്പനികൾ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ അത് ക്രിമിനൽ, അതുപോലെ തന്നെ സിവിൽ നടപടിക്രമങ്ങൾ ഈ കമ്പനികൾക്കെതിരായിട്ട് ഉണ്ടാകും. ഇങ്ങനെ 3 ഭേദഗതികളാണ് ഞങ്ങൾ പ്രധാനമായും അതിൽ നൽകിയിരുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ചർച്ചയായിട്ട് അവിടെ വരികയാണ് രാജ്യസഭയിൽ. എല്ലാവരും ഈ MSP ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം ബില്ല് പാസ്സാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MSP ഞങ്ങൾ എവിടെയും കളഞ്ഞില്ല, MSP ഇപ്പോഴുണ്ട്. യഥാർത്ഥത്തില് കർഷകരെ പറ്റിക്കലാണത്. ഈ നിയമം എന്ന് പറയുന്നത് സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിയമമല്ല. MSP, നിലവിലുള്ള MSP പ്രഖ്യാപനം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്രൊക്യൂർമെന്റിൽ മാത്രമാണ് MSP. ഈ നിയമം എന്തിനാ? ഈ നിയമം സ്വകാര്യ കമ്പനികള്, കുത്തകകള് കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമം. അങ്ങനെ വാങ്ങുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന MSP നൽകാൻ എവിടെയും വ്യവസ്ഥയില്ല.
അപ്പൊ പ്രഖ്യാപിക്കുന്ന MSP നൽകാനുള്ള വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനെയാണ് MSP ഞങ്ങൾ 50 ഉറുപ്പിക ഗോതമ്പിന് കൂട്ടിയിരിക്കുന്നു, ഞങ്ങൾ MSP എവിടെയും കളയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. എത്ര മനോഹരമായിട്ടാണ് കർഷകരെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു. അത് മാത്രമല്ല, വരാൻ വേണ്ടി പോകുന്ന മറ്റൊരു അപകടം എന്താണെന്നറിയും? FCI അതിന്റെ പണിയെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ FCI വലിയ പ്രതിസന്ധിയില്ല. ഏതാണ്ട് 60,000 കോടി ഉറുപ്പിക FCI കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് FCIയുടെ ഗോഡൌണുകൾ ഓരോന്നോരോന്നായി റിലയൻസിന് പാട്ടത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് FCI 60,000 കോടി ഉറുപ്പിക കടമെടുക്കേണ്ടി വന്നത്? FCI ആണ് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കുന്ന FCI ആണ്. അങ്ങനെ വിതരണം ചെയ്തതിന്റെ ഭാഗമായി കഴിഞ്ഞ 5-6 വർഷമായിട്ട് FCIക്ക് കേന്ദ്ര സർക്കാർ പണം പലപ്പോഴും നൽകുന്നില്ല. അങ്ങനെ കുടിശ്ശിക ഓരോ വർഷവും കുടിശ്ശിക ആക്കി കൂടി വന്ന് ഇപ്പൊ 70,000 കോടി ഉറുപ്പികയിലേറെ കേന്ദ്ര സർക്കാർ FCIക്ക് നൽകാൻ ബാക്കിയുണ്ട്. 70,000 കോടി ഉറുപ്പികയിലേറെ നൽകാൻ ബാക്കിയുണ്ട്. ആ തുക നൽകിയ FCIക്ക് പ്രതിസന്ധി ഇല്ല. അവര് കടം വാങ്ങിയിട്ടുള്ള 60,000 കോടി ഉറുപ്പിക എളുപ്പം അടക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ബോധപൂർവ്വം FCIയെ പ്രതിസന്ധിയിലാക്കുകയും എന്നിട്ട് അതിന്റെ ഗോഡൌണുകൾ ഇങ്ങനെ റിലയൻസിന് പാട്ടത്തിന് നൽകുകയും എന്നിട്ട് ഘട്ടം ഘട്ടമായി ബഫർ സ്റ്റോക്കിന് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഒഴികെ മറ്റൊന്നും സംഭരിക്കാനുള്ള ഉത്തരവാദിത്തം ഇനി FCIക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് FCIയെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നേരെ ഈ ചുമതല കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഇനിയൊന്ന് ആലോചിച്ചു നോക്കട്ടെ, എത്ര വലിയ ഒരു ഗെയിം പ്ലാനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ കർഷകരെ, നമ്മുടെ രാജ്യത്തെ കർഷക ജനസാമാന്യത്തിന്റെ മരണ വാറണ്ടാണ് ഈ നിയമമെന്ന് ഞങ്ങൾ പാർലമെന്റിൽ വെറുതെ പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ ഇത് മരണ വാറണ്ടാണ്. രാജ്യത്തെ കർഷകരെ കോർപ്പറേറ്റുകളുടെ ദയാവായ്പിന് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള പണിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. പാർലമെന്റിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ബില്ലിന്റെ മേലെ ഭേദഗതികൾ അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷം തീരുമാനിച്ചാണ്. മറ്റേത് കക്ഷികൾ ഞങ്ങളുടെ കൂടെ പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ DMK ആയിട്ടൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചതാണ് എല്ലാറ്റിന്റെ മേലെയും ഡിവിഷൻ ആവശ്യപ്പെടും. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വോട്ട് ആവശ്യപ്പെടും. ഡിവിഷൻ ഓഫ് വോട്ട്സ്, ശബ്ദ വോട്ടോടെ ഒന്നും പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാറ്റിനും ആവശ്യപ്പെടും. എല്ലാറ്റിനും വോട്ട് ആവശ്യപ്പെട്ട് സംഭവിക്കുന്ന എന്താ? നേരത്തെയുള്ള പാർലമെന്റ് അല്ല ഇപ്പൊ രാജ്യസഭയിലും ലോക്സഭയിലുമാണ് ഇരു സഭകളും ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ കഴിയില്ല. ബട്ടൺ അമർത്തി വോട്ട് ചെയ്താൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് വോട്ടിംഗ് നടപടി അവസാനിപ്പിക്കാൻ പറ്റും. അതിന് പകരം അംഗങ്ങൾക്ക് മുഴുവൻ സ്ലിപ്പ് കൊടുക്കണം, എന്നിട്ട് ബാലറ്റ് കൊടുക്കണം. ആ ബാലറ്റിൽ അവർ വോട്ട് ചെയ്യണം, എന്നിട്ട് അത് കൊണ്ടുവന്ന് എണ്ണണം, എണ്ണിട്ട് ഫലം പ്രഖ്യാപിക്കണം. ഒറ്റ ഒന്നിന്റെ മേലെ ഡിവിഷൻ നടത്തണത് തന്നെ ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് വേണ്ടി, ചിലപ്പോൾ 1 മണിക്കൂർ തന്നെ എടുക്കും. അപ്പൊ ഞങ്ങളാണെങ്കിൽ 10-16 എല്ലാം ചേർന്ന് 10-16 ഡിവിഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് പാർലമെന്റിൽ പോയതാണ്. ഈ 16 തവണ ഡിവിഷൻ നടത്തണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തിനാലും ഒരു 2 ദിവസം ഇതിനു വേണ്ടി വേണം. അങ്ങനെ 2 ദിവസം ഡിവിഷൻ നടത്തി ഇവരെ ഒന്ന് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു പോയവരാണ് ഞാൻ. അവിടെയാണ് 1 മണിയായപ്പോ കേന്ദ്ര സർക്കാർ ഈ ബില്ല് പാസ്സാക്കിയിട്ട് മാത്രമേ ഇന്ന് സഭ വിരിയുന്നുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി സമയം നീട്ടുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് പാസ്സാക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് എല്ലാറ്റിന്റെ മേലെ ഡിവിഷൻ ആവശ്യമുണ്ട്, വോട്ടെടുപ്പ് ആവശ്യമുണ്ട്. അതിന് കാരണമുണ്ട്. BJD, അതുപോലെ തന്നെ TRS, AADMK, ശിരോമണി അകാലിദൾ, 4 കക്ഷികൾ. അതില് SAD അവരുടെ സഖ്യകക്ഷി തന്നെയാണ്. മറ്റു 3 കക്ഷികൾ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും BJPയുടെ കൂടെ നിൽക്കുന്ന പാർട്ടികളാണ്. അതിനു പുറമെ കോവിഡ് പിടിച്ച് കുറച്ച് ആളുകൾ. ഇങ്ങനെയല്ല പലരും പാർലമെന്റിൽ വരുന്നില്ല, ചിലർ എതിർക്കുന്നു, കൂടെ നിന്നവർ എതിർക്കുന്നു. ഈ ഒരു സാഹചര്യമുണ്ട്. ഈ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി തീരുമാനിച്ചു ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്യണം. നിരാകരണ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യില്ല, പക്ഷെ സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ അതിനനുകൂലമായി വോട്ട് ചെയ്യണം എന്ന് ഇവരൊക്കെ തീരുമാനിക്കും. അപ്പൊ വോട്ടിംഗ് നടന്നാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് സ്ഥിതി. അവിടെയാണ് 1 മണിക്ക് ഞങ്ങൾ പറയുന്നു ഇപ്പൊ നീട്ടി വെച്ച് പെട്ടെന്ന് ഇത് പാസ്സാക്കാൻ കഴിയില്ല, സമയം എടുക്കുന്നതാണ്, അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റണം. അതിന്റെ മേലെ ബഹളം നടക്കുക. ബഹളം നടക്കുമ്പോൾ മന്ത്രി 12:55 മറുപടി തുടങ്ങുന്നു. 1 മണിയാകുമ്പോൾ ഈ സഭ നീട്ടിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു.
ഞാൻ അധിക സമയം എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1 മണിയാകുമ്പോൾ സഭ നീട്ടിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോഴേക്ക് ചെറിയ ബഹളം ഉണ്ടാവുന്നു. ഉടനെ തന്നെ 1:05 ആകുമ്പോഴത്തേക്ക് മന്ത്രി പെട്ടെന്ന് മറുപടി അവസാനിപ്പിക്കുന്നു. ആ ഘട്ടത്തിൽ വാസ്തവം പറഞ്ഞ ഞാൻ ബെല്ലിലാവും, വെള്ളത്തിന്റെ ഇടയിൽ. പിന്നെ ഏറ്റവും ആദ്യം ബില്ലിന്റെ മേലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്നെ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷന് മറുപടി പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ വോട്ടിങ്ങിന്റെ നടപടിക്രമത്തിന് എനിക്ക് എന്റെ സീറ്റിൽ ഉണ്ടാവണം എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. പെട്ടെന്നാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ മന്ത്രി ഉടനെ തന്നെ ബില്ല് മൂവ് ചെയ്യാൻ വേണ്ടി, ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബില്ല് മൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ബില്ല് മൂവ് ചെയ്യുന്നു. ഉടനെ തന്നെ ശബ്ദ വോട്ടോടുകൂടി ബില്ലിന്റെ നടപടിക്രമങ്ങളിൽ കടക്കുകയാണ്. അപ്പോൾ 1:16 സമയം, 1:06, 1 മണിക്കൂർ 6 മിനിറ്റ്. ഉടനെ ഞാൻ എന്റെ സീറ്റിലേക്ക് ഓടുകയാണ്. ഞാൻ നടന്ന കാര്യം പറയാം. ഞാൻ ഇത്രയും വിശദമായിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം, കഴിഞ്ഞ ദിവസം രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഒരു വീഡിയോ പുറത്തുവിട്ടു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നിങ്ങൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. NDTV-യിലും വാർത്ത വന്നിരുന്നു. ഞാനും തിരിച്ചു ശിവിയും വോട്ടിംഗ് ആവശ്യപ്പെടുന്ന ഫോട്ടോ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വാർത്ത വന്നു. അതല്ല വസ്തുത എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് 1:07 മുതൽ 1:26 വരെയുള്ള ദൃശ്യങ്ങളാണ് ഇത് എന്ന് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. എന്നാൽ ആ വീഡിയോ വിടുന്നതിന്റെ കൂടെ തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സഭയിൽ ഇറങ്ങിയ ഓരോരുത്തരുടെ സമയവും മറ്റും രേഖപ്പെടുത്തിയിട്ട് ഒരു വലിയ കുറിപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നയാൾ ഇത്ര മണിക്ക് ഇറങ്ങി, ഇന്നയാൾ പുസ്തകം എടുത്തെറിഞ്ഞു, ഇന്നയാൾ മൈക്ക് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ കുറിപ്പ് തന്നെ പുറത്തിറക്കി. അതും ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ വിശദമായി വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതില് ഞാൻ ബെല്ലിലിറങ്ങി എന്ന് പറയുന്നത് 1:06 ആണ്. 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ്, 6-ാം മിനിറ്റ്. ശരിയാണ്, അത് വസ്തുതയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ മന്ത്രി മറുപടി അവസാനിപ്പിക്കുന്നു, മറ്റേ വോട്ടിങ്ങിനെടുക്കും. ഉടനെ ഞാൻ എന്റെ ഇരിപ്പിടത്തിലേക്ക് ഓടുകയാണ്. എന്റെ ഇരിപ്പിടം ഈ രാജ്യസഭാ ചേംബറിലല്ല, നേരെ മേലെ ഗാലറിയിലേക്ക് കയറണം. ശ്വാസവും പിടിച്ച് ഓട്ടാണ്. ഓടി ഒരു 10-32 സെക്കൻഡ് കൊണ്ട് ഞാൻ മേലെ എത്തി. അവിടെ എത്തിയപ്പോൾ എനിക്ക് കുറെ നേരം ശ്വാസം വിടാൻ കഴിയുന്നില്ല, അത്രയും കഥപ്പായിരുന്നു. അങ്ങനെ ഓടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ കേൾക്കുന്നത്, ഞാൻ അവതരിപ്പിച്ച സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ വോയിസ് വോട്ട് എടുത്ത് അത് ആ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ തള്ളിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഞാൻ കേൾക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ട്രിക്ക് കിടക്കുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷന് മേലെ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി ചെയർമാൻ എന്നെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തിറക്കിയ പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിക്കോ. അതിൽ പറയുന്നത് KK രാഗേഷിനെ ഞാൻ വിളിച്ചു. ഞാൻ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി വിളിച്ചുകൊണ്ടൊരു ശരിയാ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്നത് 1:07, 1:07:30 സെക്കൻഡ്, 1 മണി 7 മിനിറ്റ് 30 സെക്കൻഡ്. ആ വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്നലെ ഡെപ്യൂട്ടി ചെയർമാൻ പുറത്തിറക്കിയത് 1:07 മുതൽ ആ വീഡിയോ തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ KK രാഗേഷിനെ വിളിച്ചു. പക്ഷെ അദ്ദേഹം സീറ്റിൽ ഉണ്ടായിരുന്നില്ല, ബെല്ലിലായിരുന്നു എന്നാണ് ഡെപ്യൂട്ടി ചെയർമാൻ ഇന്നലെ പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആ വീഡിയോ ദൃശ്യം നോക്കിയോ. ആ വീഡിയോ ദൃശ്യത്തിന്റെ തുടക്കം തന്നെ ബെല്ല് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ബെല്ലിൽ KK രാഗേഷ് ഇല്ല. എന്നാൽ ഞാൻ 1:06 ബെല്ലിൽ ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ 1:06 കഴിഞ്ഞ് അപ്പൊ തന്നെ ഞാൻ നേരെ എന്റെ സീറ്റിലേക്ക് പോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1:07 കാണിച്ച ബെല്ലിന്റെ ദൃശ്യത്തിൽ എന്റെ ചിത്രമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ എത്തുന്നു, മേലെ എത്തി. ഞാൻ ഡിവിഷൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അതിന് മുമ്പ് നോക്കിയിരുന്നു, മറുപടി പറയാൻ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് നോക്കുന്നില്ല. ഞാൻ ഡിവിഷൻ ആവശ്യപ്പെടുന്നു, അത് കേൾക്കാതെ അത് തള്ളിയതായി പ്രഖ്യാപിച്ച് അടുത്തതും എന്നെ തന്നെയാണ് വിളിക്കുന്നത്. ഈ പ്രമേയം, ഈ മോഷൻ സെലക്ട് കമ്മിറ്റിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് വോട്ടിങ്ങിനിടുകയാണ്. അപ്പൊ ഞാൻ അവിടെ കൃത്യമായി സീറ്റിലുണ്ട്. പക്ഷെ ക്യാമറ എന്റെ നേർക്ക് വരുന്നില്ല, മൈക്ക് ഓൺ ആവുന്നില്ല. പക്ഷെ ഞാൻ ഒച്ചത്തിൽ അലറി വിളിക്കുന്നുണ്ട്, ഡിവിഷൻ, ഡിവിഷൻ, ഡിവിഷൻ. ആ വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് പരിശോധിക്കാം. കൃത്യം 1 മണി 8 മിനിറ്റ് 37 സെക്കൻഡിൽ ഞാൻ അലറി വിളിക്കുന്ന 3 തവണ ഡിവിഷൻ, ഡിവിഷൻ, ഡിവിഷൻ എന്ന് വിളിച്ചു പറയുന്ന എന്റെ ശബ്ദം കൃത്യമായി അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നുണ എത്ര പറഞ്ഞാലും
സത്യം എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. 1:8:37 1:7:37 ഡിവിഷൻ 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 എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം തന്നെ വരുന്നത് ഗാലറിയിൽ നിന്ന് ഞാൻ അലറി വിളിച്ചത് കൊണ്ട് ആകെ ഓണായിട്ടുള്ള മൈക്ക്, ഡെപ്യൂട്ടി ചെയർമാന്റെ മൈക്ക്, ആ മൈക്ക് പിടിച്ചിട്ടുള്ള ശബ്ദമാണ് ആ വീഡിയോയിൽ റെക്കോർഡായിട്ടുള്ളത്. അങ്ങനെ പറയുന്നതിനിടയിൽ ആ ശബ്ദം കേട്ട് ഡെപ്യൂട്ടി ചെയർമാൻ എന്റെ ചെയറിന്റെ ഭാഗത്തേക്ക് ജസ്റ്റ് നോക്കുന്നുണ്ട്, അതും കാണാം അതിനകത്ത്. അതിനുശേഷം ഡെറിക് ഒബ്രോയിനെ വിളിക്കുന്നു. ഡെറിക് ഒബ്രോയിനും ഡിവിഷൻ ആവശ്യപ്പെടുന്നു. ഡിവിഷൻ ആവശ്യപ്പെട്ടപ്പോ ഒരു 5-10 സെക്കൻഡ് നേരം മൈക്ക് മ്യൂട്ടാകുന്നു, ശബ്ദം പുറത്തു വരുന്നില്ല. ഡെറിക് ഒബ്രോയിൻ ഡിവിഷൻ ആവശ്യപ്പെടുന്ന ശബ്ദം ബോധപൂർവ്വം മ്യൂട്ട് ചെയ്തത്. പിന്നീട് തിരിച്ച് ശിവയെ വിളിക്കുന്നു. തിരിച്ച് ശിവ അവിടെ നിന്നിട്ട് ഡിവിഷൻ ആവശ്യപ്പെടുന്നു, വളം വെക്കുന്നു. ആ വിഷ്വൽ കൃത്യമായിട്ട് കാണാം. അപ്പോഴാണ് ഡെറിക് ഒബ്രോയിൻ റൂൾ ബുക്ക് എടുത്തിട്ട് ഈ റൂളാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുശേഷം തിരിച്ച് ശിവ വോട്ടിംഗ് ആവശ്യപ്പെടുന്ന വിഷ്വൽ ഉണ്ട്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു മെമ്പർ റൂൾ ബുക്കുമായിട്ട് എന്റെ മുമ്പിൽ വന്നതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒടിഞ്ഞു മാറാനാണ് ഡെപ്യൂട്ടി ചെയർമാൻ ശ്രമിച്ചത്. അതിനുശേഷം ഭേദഗതി അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കുക. അപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നിട്ടുള്ള ഫോട്ടോ, ആ വിഷ്വൽ വന്നിട്ടുള്ളത്. ഭേദഗതി അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നു, ഡിവിഷൻ ആവശ്യപ്പെടുന്നു, അലറി വിളിക്കുന്നു, ഡിവിഷൻ ഡിവിഷൻ വോട്ടിംഗ് ആവശ്യപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർലമെന്റ് നടപടി ചട്ടമനുസരിച്ച് ഒരു സിംഗിൾ മെമ്പർ വോയിസ് വോട്ടിന് ശേഷം വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ വോട്ട് നടത്തുക എന്നുള്ളത്, വോട്ടിംഗ് നടപടിയിലേക്ക് പോവുക എന്നുള്ളത് ഡെപ്യൂട്ടി ചെയർമാന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചെയറിൽ ആരിരുന്നാലും അവർക്ക് സാധിക്കില്ല. റൂൾ അതാണ്. അതിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്, രാജ്യസഭയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി ഡിവിഷൻ ആവശ്യപ്പെട്ട്, സീറ്റിലിരുന്ന് ഡിവിഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും അത് നിഷേധിച്ചു. ജനാധിപത്യത്തിന്റെ ഗളഹസ്തം ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അവിടെ ഗാലറിയിൽ പോയിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ പോയിട്ട് ഇരിക്കുന്നവരല്ല. ഞങ്ങൾ ആകുന്ന പോലെ പ്രതിഷേധിച്ചിട്ടുണ്ട്, ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ പാർലമെന്റ് നടപടിക്രമങ്ങൾ ആകെ അട്ടിമറിച്ച് ചില പാർട്ടികൾ BJPക്ക് എതിരാണ്, അതുകൊണ്ട് ബില്ല് പാസ്സാവൂല എന്നുള്ള ഭയാശങ്കയുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അതിനിടയിൽ പാർലമെന്ററി കാര്യ മന്ത്രി ആ ബഹളത്തിനിടയിൽ ഡെപ്യൂട്ടി ചെയർമാന്റെ അടുത്ത് കയറി വന്നിട്ട് ഇങ്ങനെ പാസ്സായിക്കോ, നോയിക്കോ എന്ന് പറയുന്ന വിഷ്വൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളത് കാണണം, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നെറ്റിൽ അവൈലബിൾ ആണ് ആ വിഷ്വൽ. എന്തൊരു അപമാനകരമായ ചിത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. എന്താ ഡെപ്യൂട്ടി ചെയർമാന്റെ വാദം? അദ്ദേഹത്തിന്റെ വാദം നമുക്ക് വേണമെങ്കിൽ മുഖവിലേക്ക് എടുക്കാം. ഞങ്ങൾ ആരും ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല, സീറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല എന്ന് തന്നെ വെക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മോഷൻ ആയാലും ശരി, ഭേദഗതി ആയാലും ശരി, സ്റ്റാറ്റ്യൂട്ട് റെസൊല്യൂഷൻ ആയാലും ശരി, വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് കാര്യമായാലും അത് പാർലമെന്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യക്തിയുടെ സ്വത്തല്ല, പാർലമെന്റിന്റെ മൊത്തം സ്വത്താണ്. അതിന്റെ മേലെ മൂവ് ചെയ്ത ആള് തന്നെ ഡിവിഷൻ ആവശ്യപ്പെടണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ആർക്കും ആവശ്യപ്പെടണം. എത്രയോ അംഗങ്ങൾ, നിരവധി അംഗങ്ങൾ അവരുടെ സ്വന്തം സീറ്റിൽ നിന്നുകൊണ്ട് ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ തന്നെ ആവശ്യപ്പെടണമെന്നില്ല, എത്രയോ അംഗങ്ങൾ ആവശ്യപ്പെടുന്നു. അത് കേട്ടേയില്ല, മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇരുന്നിടത്തുനിന്ന് ഏതാണോ സീറ്റ് അവിടുന്ന് തന്നെ ഡിവിഷൻ ആവശ്യപ്പെടണമെന്നാണ് നിയമം, ചട്ടം അതാണ്. പക്ഷേ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട സീറ്റില്ല. ഡിവിഷൻ നമ്പർ എന്നാണ് അതിന് പറയുക. സീറ്റ് നൽകിയത് രാജ്യസഭാ ചേംബറിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ സീറ്റ് നൽകിയിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് പാർട്ടികൾ ഇന്ന സീറ്റുകളിൽ ഇരിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാധാരണ ഡിവിഷൻ നമ്പർ എന്റേത് 1651. ആ ഡിവിഷൻ നമ്പറിൽ എന്റെ പേര് വിളിക്കുമ്പോൾ ആ ഡിവിഷൻ നമ്പറിലുള്ള മൈക്ക് ഓൺ ആവുകയാണ് ചെയ്യുക. അവിടുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും, വോട്ടിംഗ് അവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല. ഞാൻ ചോദിക്കേണ്ട വളരെ ലളിതമായ ഒരു ചോദ്യം, ലോക്സഭാ ചേംബറിൽ ഇരിക്കുന്ന അംഗങ്ങൾ ഏതാണ്ട് പകുതിയിലേറെ അംഗങ്ങൾ ലോക്സഭാ ചേംബറിലാണ്. ലോക്സഭാ ചേംബറിൽ ഇരിക്കുന്ന അംഗങ്ങൾ അവിടുന്ന് ഡിവിഷൻ ചോദിച്ചാൽ എങ്ങനെയാ നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ കേൾക്കുക? മൈക്കിനോട് അവിടെയുള്ള ചിത്രത്തോട് ഡിവിഷൻ എന്ന് ചോദിച്ചാൽ അത് ഉടനെ തന്നെ ആ ചിത്രം ഡിവിഷൻ അനുവദിച്ച് നൽകുവോ? പരമബദ്ധാണ്. വാസ്തവത്തില് സഭാ നടപടി അനുസരിച്ച് ഡിവിഷൻ ആവശ്യപ്പെട്ടാൽ 2-3 മിനിറ്റ്, വോയിസ് വോട്ടിന് ശേഷം 3 മിനിറ്റോളം ഡിവിഷൻ വേണമെങ്കിൽ അതിനുവേണ്ടി സമയം അനുവദിച്ചു കൊടുക്കണം എന്നാ ചട്ടത്തിൽ പറയുന്നു. അത്രയും പ്രാധാന്യം
വോട്ടെടുപ്പിന് ഈ സഭാ ചട്ടം വോട്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ ഗളഹസ്തം ചെയ്തുകൊണ്ടുള്ള നടപടി ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അസാധാരണമായ സംഭവം ഉണ്ടായപ്പോ അസാധാരണമായ പ്രക്ഷോഭ സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നിരവധി അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് സസ്പെൻഡ് ചെയ്തവരെല്ലാം പാർലമെന്റിൽ അവിടെ തന്നെ ഇരിക്കാറില്ല. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെയും ചട്ടം പാലിച്ചില്ല. സസ്പെൻഷന്റെ മോഷൻ അവതരിപ്പിച്ചപ്പോ വോയിസ് വോട്ട് എടുത്തപ്പോ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഡിവിഷൻ വേണം അതിന്റെ പേരെ. അതും ഡിവിഷൻ ഇല്ലാതെ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത് ചട്ടവിരുദ്ധമാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയർമാൻ ആവശ്യപ്പെട്ടാലും പാർലമെന്റ് വിടില്ല, പുറത്തു പോവില്ല. ഞങ്ങൾ ആ സഭയിൽ തന്നെ ഇരുന്നു. സാധാരണ സസ്പെൻഡ് ചെയ്ത് അപ്പൊ പോണെന്നാണ്. ഞങ്ങൾ അവിടെ ഇരുന്നത് കൊണ്ട് ആ സഭയുടെ ഭാഗമല്ലാതായി. സഭയുടെ ഭാഗമല്ലാത്ത ആളുകളെ വെച്ചുകൊണ്ട് പാർലമെന്റ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് 7 തവണ അന്ന് പാർലമെന്റ് പിരിഞ്ഞു. 5 മിനിറ്റ് നേരത്തേക്ക് 10 മിനിറ്റ് 12 മിനിറ്റ് നേരത്തേക്ക് പിരിഞ്ഞു. എന്നിട്ടാണ് അന്ന് മറ്റ് നടപടികളൊന്നും എടുക്കാതെ പാർലമെന്റ് അവസാനിപ്പിക്കും. ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി പാർലമെന്റ് പരിസരം വിട്ട് പുറത്തു പോകണ്ട, പാർലമെന്റ് അകത്ത് തന്നെ. അങ്ങനെയാണ് പാർലമെന്റിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമക്ക് സമീപം ഞങ്ങൾ 8 അംഗങ്ങൾ രാപ്പകൽ സമരം നടത്തുന്നു. രാപ്പകൽ നിങ്ങൾക്കറിയാം, ഡൽഹിയിൽ അത്യാവശ്യം ചൂടൊക്കെയുള്ള സമയമാണ്. ആ സമയത്ത് എളമരം കരീമിനെ പോലുള്ള സഖാക്കൾ ഉൾപ്പെടെ, ഞാനാണെങ്കിൽ വേണമെങ്കിൽ അധികം പ്രായാവാത്ത ചെറുപ്പക്കാരെന്നുള്ള അവസ്ഥയൊക്കെ മാറി, എന്നാലും അധികം പ്രായാവാത്ത ഒരാളാണെന്ന് കരുതുക. പക്ഷേ എളമരം കരീമിനെ പോലുള്ള ആളുകളും ഡെറിക് ഒബ്രോയിനെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ പാർലമെന്റിന്റെ ആ പുൽത്തകിടിയിൽ രാപ്പകല് സമരത്തിലിരുന്നു. അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ സമരം. അടുത്ത ദിവസം പ്രതിപക്ഷം പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി. പ്രതിപക്ഷം പ്രഖ്യാപിച്ചു സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളില്ലാതെ ഞങ്ങൾ ഈ സഭയിൽ ഇരിക്കുന്നില്ല, ഒന്നടങ്കം ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ സർക്കാർ പറഞ്ഞു അംഗങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ അവരെ തിരിച്ചെടുക്കാം, സസ്പെൻഷൻ പിൻവലിക്കാം. ഞങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല, ആ പാരമ്പര്യം നിങ്ങൾക്കാണ്. ഞങ്ങളുടെ പാരമ്പര്യം അതിന്റെ പാരമ്പര്യമല്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കൂ, എത്ര മാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ്, എത്രമാത്രം പാർലമെന്ററി നടപടിക്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ്, ഭരണഘടനയ്ക്കെതിരായിട്ടാണ് ഈ നിയമം പാസാക്കിയത്. യഥാർത്ഥത്തിൽ ഈ നിയമം തന്നെ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് എതിരാണ്. കാരണം കൃഷി എന്ന് പറയുന്നത് സംസ്ഥാന സബ്ജക്റ്റാണ്, സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ കൃഷിയുടെ മേലെയാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ APMC ആക്ടിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയിട്ടുള്ള മണ്ഡികളെ ഉൾപ്പെടെ അവസാനിപ്പിക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കിയത് ഫെഡറലിസത്തിനെതിരാണ്. ആ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നിയമം പാസാക്കിയതാവട്ടെ ജനാധിപത്യ വിരുദ്ധമായി പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി. ഇത് BJP സർക്കാരിൽ നിന്ന് ഇതിലേറെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വഴി ഒറ്റ മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആ വഴി പോരാട്ടത്തിന്റെ വഴിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് മുന്നിൽ വളരെ കൃത്യമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയവുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം, ഉപകരണം എന്ന് പറയുന്നത് വർഗ ഐക്യം ശക്തിപ്പെടുത്തലാണ് എന്നത് തെളിയിച്ച സംഭവമാണ് ഈ സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ രാമക്ഷേത്രമില്ല, വർഗീയതയില്ല, ഇപ്പൊ കർഷകർ അതിനപ്പുറം ഉയർന്ന് ഐക്യത്തോടെ നിൽക്കുന്നു. അപ്പോൾ വർഗീയതയെ വർഗ ഐക്യം കൊണ്ട് ചെറുക്കാൻ തളക്കാൻ വേണ്ടി കഴിയുമെന്നതിന്റെ അനുഭവമായിട്ട് ഈ സംഭവം മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അപകടം മാറിപ്പോയി എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിർണായക ഘട്ടത്തില് വീണ്ടും അതിർത്തിയിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടും, വീണ്ടും അതിർത്തിയിൽ എവിടെയെങ്കിലും യുദ്ധം നടക്കും, വീണ്ടും ഏതെങ്കിലും പള്ളി പൊളിക്കും. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയവുമായിട്ട് ഇവർ മുന്നോട്ടേക്ക് വരും. പക്ഷേ അതിനെപ്പോലും അതിജീവിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള വർഗ ഐക്യം കെട്ടിപ്പടുക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരു പറ്റം തൊഴിൽ നിയമങ്ങൾ, വേജ് കോഡുകൾ പാസ്സാക്കിയിരിക്കുന്നു. ഇനി മുതൽ
സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ഏർപ്പാടില്ലാതായിരിക്കുന്നു. തൊഴിലാളികളുടെ നാളിതുവരെയുള്ള സകല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം എതിരായിട്ടുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും അതിശക്തമായ സമര ഐക്യം കെട്ടിപ്പടുക്കാനുള്ള കാലമാണ് ഇക്കാലം എന്ന് മാത്രം എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ജനസംസ്കൃതി എന്നെ ക്ഷണിച്ചതിന് നിറഞ്ഞ മനസ്സോടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യം. വളരെ സന്തോഷം. സമയം കൂടി എന്നൊക്കെ ശ്രീ രാകേഷ് പറഞ്ഞപ്പോഴും ഈ കാര്യത്തിന്റെ ഗൗരവവും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നാഴ്വഴികളും കേട്ടിരുന്നപ്പോൾ ആ സമയം ഒരു പ്രശ്നമല്ലാതായി. അല്പം സമയം നീണ്ടുപോയി എന്നുള്ള ആ ഇതൊന്നും, പക്ഷെ കേൾക്കുന്ന ഏത് പ്രേക്ഷകനും ഒരു നല്ല ഒരു അറിവും അതുപോലെ തന്നെ ഇപ്പൊ കാര്യങ്ങളെ നിശ്ചയിച്ച് മനസ്സിലാക്കുന്ന വളരെ ഉൾക്കാഴ്ചയോടുള്ള സമീപനമായിരുന്നു ശ്രീ രാകേഷ് നടത്തിയത്. എനിക്കിവിടെ അടുത്ത കാലത്താണ് ശ്രീ രാകേഷിന് പാർലമെന്ററി ഗ്രൂപ്പ് ഫോർ ചിൽഡ്രന്റെ അവാർഡ് കിട്ടിയത് ഫോർ ദി കമൻഡബിൾ വർക്ക് ഡൺ ഇൻ പാർലമെന്റ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് ചിൽഡ്രൻ സ്റ്റുഡൻസ്. ഒരു പക്ഷേ ഇനി അടുത്തത് ഈ കർഷകർ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലെ പടനായകനായിട്ട് വളരാൻ രാകേഷ് സാധിക്കട്ടെ. എന്തായാലും അവാർഡും സസ്പെൻഷനും ഒന്നിച്ച് കിട്ടിയത്. അതെ അതെ അതെ, പലപ്പോഴും അതും ഒരു അപൂർവതയാവാം. അപ്പൊ ചില ചോദ്യങ്ങൾ മാത്രം, ഇപ്പൊ ഈ കുറച്ച് സമയത്തിന്റെ പരിധിയുള്ള ചില ചോദ്യങ്ങൾ മാത്രം. ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളത്. ഒരു നമ്മുടെ സാഹചര്യമായിട്ടുള്ള നാരായണനും അതുപോലെ ഫ്രാൻസിസും രണ്ടും ഏറെ സാമ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരാൾ പറയുന്നതാണെങ്കിൽ നമ്മുടെ കർഷകരുടെ ഉൽപാദനം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള ഇന്ത്യയിലുള്ള 1.4 ബില്യൺ ആളുകൾക്ക് എന്താ പറയാ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര ആളുകൾക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഇത്ര കർഷകർ വേണ്ട, കർഷക ഉൽപ്പന്നങ്ങൾ വേണ്ട എന്നുള്ളൊരു വാദഗതിയാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോ അത്രയധികം കാര്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യത്തിലധികം ആൾക്കാർ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, അതുപോലെ തന്നെ ഇത്രയും എന്താണ് ഇന്ത്യൻ ഫാർമേഴ്സ് പൊതുവെ ക്രൈസിസിലാണ്, വളരെയധികം ക്രൈസിസിലാണ്. ഈ പ്രസന്റ് സിസ്റ്റം, ഈ സിറ്റുവേഷനിൽ ഒന്നും ഇവരുടെ സിസ്റ്റം അഡിക്റ്റേറ്റ് ആയിട്ട് അതിനെ അഡ്രസ് ചെയ്യാനും സാധിക്കുന്നില്ല. അപ്പൊ എന്താണ് ശരിയായിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ തീരാൻ അല്ലെങ്കിൽ പരിഹാരം കാണാനുള്ള ഒരു സൊല്യൂഷനുമായിട്ട് താങ്കൾക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ മുന്നോട്ട് വയ്ക്കാനുള്ളത്? ചോദ്യത്തിന്റെ ആദ്യത്തെ ഫേസ്, അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ചോദ്യങ്ങളോട് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അതില് ഒന്നാമത്തെ വിഷയം, ഉൽപാദനം കൂടുമ്പോൾ ശരിയാണ്, നമ്മുടെ രാജ്യത്ത് കാർഷിക ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇനിയും വർദ്ധിക്കും, കുറയാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആധുനിക കൃഷി രീതികൾ കാർഷിക മേഖലയിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉൽപാദനം വർദ്ധിക്കും. പക്ഷെ ഉൽപാദനം വർദ്ധിക്കുന്നതിന്റെ അർത്ഥം ഒരു ഭാഗത്ത് ഉൽപാദനം കൂടുന്നു, കർഷകൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, മറുഭാഗത്ത് അതേ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ ആത്മഹത്യ. ഇത് രണ്ടും തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അതായത് കാർഷിക ഉൽപ്പന്നത്തിന് യഥാർത്ഥത്തിൽ വിലയില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്നതൊക്കെ കൃഷിക്കാരുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാനും നിങ്ങൾ കമ്പോളത്തിൽ പോകുമ്പോൾ നമ്മൾ പറയുന്ന പരാതി എന്താ? വലിയ വിലയാണ്, തീപിടിച്ച വിലയാണ്. എപ്പോഴും നമ്മുടെ പരാതി അതാണ്, വലിയ വിലയാണ്, ഉൽപ്പന്നങ്ങളുടെ വില കൂടി വരുന്നു. ഇതാണ് നമ്മുടെ പരാതി. കർഷകർ പറയുന്നത് എന്താ? വില ലഭിക്കുന്നേ ഇല്ല, വില കിട്ടുന്നേ ഇല്ല. ഉൽപാദന ചെലവിന്റെ അത്ര പോലും വില കിട്ടുന്നില്ല പലപ്പോഴും. സ്വാമിനാഥൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് കർഷകർക്ക് കോംപ്രഹെൻസീവ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ C2 + 50%, ഉൽപാദന ചെലവിന്റെ കൂടെ 50% ആദായം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് താങ്ങുവില പ്രഖ്യാപിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും കൃഷിക്കാർക്ക് ആ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുപോലും കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അതേ ഉൽപ്പന്നം കമ്പോളത്തിലെത്തുമ്പോൾ ആ ഉൽപ്പന്നത്തിന്റെ വില എത്രയോ ഇരട്ടിയായി കൂടും. അപ്പോൾ ഉൽപാദനത്തിന്റെയും വിതരണത്തിന്റെയും ഇടയിലുള്ള ഈ ഒരു കടുത്ത ചൂഷണം, ഇതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? അതല്ല വിഷയം. കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടിയേ മാത്രമല്ല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ചില ഉൽപ്പന്നങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബയോഗ്യാസ് ഉൾപ്പെടെയുള്ള
ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് വില ലഭിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ആ വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതിനെയാണ് നാം അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഉൽപാദനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ല. ഉൽപാദനം കുറഞ്ഞാലും കൃഷിക്കാരന് വില കിട്ടുന്നില്ല. അത് കിട്ടുന്നത് കോർപ്പറേറ്റുകൾക്കാണ്, അല്ലെങ്കിൽ ഇടനിലക്കാർക്കാണ്. ഇപ്പൊ കുറെ ഇടത്തരം കച്ചവടക്കാർക്ക് ഉൾപ്പെടെ അതിന്റെ കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി കമ്പോളത്തിൽ എത്തിക്കുന്ന ഇടത്തരം കച്ചവടക്കാർക്ക് ഉൾപ്പെടെ അതിന്റെ മെച്ചം കിട്ടുന്നുണ്ട് ഇപ്പോൾ. ശരിയാ. ഇനി ആ ഇടത്തരം കച്ചവടക്കാർക്ക് ഉൾപ്പെടെ അത് കിട്ടില്ല. ഇനി അത് ഈ മേഖല പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അവരാണ് എല്ലാം നിർണ്ണയിക്കുക. പൂർണ്ണമായ നിയന്ത്രണം അവരുടെ കയ്യിൽ വരാൻ പോവാണ്. ഇതിനെയാണ് നാം അഡ്രസ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ ഇതിനെന്താണ് പരിഹാരമാകുന്നത്? ഇതില് കർഷകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഉൽപാദന ചെലവ് വർദ്ധിക്കും. രണ്ടാമത്തത്, അങ്ങനെ വർദ്ധിച്ച ഉൽപാദന ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടുന്നു. എന്തുകൊണ്ടാണ് ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത്? വർദ്ധിക്കാൻ പല കാരണങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ ഒന്നാമത്തെ കാരണം, ഇപ്പൊ വിത്ത്, വളം എന്ന് പറയുന്ന ഇൻപുട്ട് പ്രൈസസ് വർദ്ധിക്കും. അതിന്റെ ഒരു കാരണം എന്താ? സബ്സിഡി കുറച്ചത്. നേരത്തെ കൃഷിക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി ഇപ്പൊ നൽകുന്നില്ല. വളത്തിന്റെ കാര്യം മാത്രം നിങ്ങളെടുത്ത് പരിശോധിക്കും. വളം, നേരത്തെ വളത്തിനൊരു വില നിശ്ചയിക്കുകയാണ്. ഒരു ചെറിയ പൈസയുണ്ടോ? കമ്പോളത്തിലെ വളത്തിന്റെ വില എത്ര കൂടിയാലും, വളത്തിന്റെ യഥാർത്ഥ വില എത്ര കൂടിയാലും, എത്ര വർദ്ധിച്ചാലും ആ വർദ്ധിച്ച വില കൃഷിക്കാരൻ നൽകേണ്ട കാര്യമില്ല. വളത്തിന്റെ വില കൂടുമ്പോൾ സബ്സിഡി കൂടി വരികയാണ്. ഗവൺമെന്റ് അതിനനുസരിച്ച് കൂടുതൽ സബ്സിഡി നൽകും. വില ഒരു പൈസ പോലും വളത്തിന് വില വർദ്ധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം കാലം വളത്തിന് വില വർദ്ധിച്ചേയില്ല. സബ്സിഡി വർദ്ധിക്കല്ലാതെ വില വർദ്ധിക്കുകയില്ല. ആ വളം സബ്സിഡി നയത്തിൽ ഒരു മാറ്റം വരുത്തി. എന്താ മാറ്റം എന്നറിയാം? ഇനി മുതൽ ഈ ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയമനുസരിച്ച്, അതായത് സബ്സിഡി ഫിക്സ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 1 കിലോ വളത്തിന്റെ മേലെ ഇത്ര തുക സബ്സിഡി ഫിക്സ് ചെയ്യും. അപ്പൊ സബ്സിഡി ഫിക്സ് ചെയ്തിട്ട് ആ സബ്സിഡി വളം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് കൊടുക്കും. കമ്പനി ആരാ? നേരത്തെ നമ്മുടെ ഫാക്ടറി പോലുള്ള പൊതുമേഖലാ കമ്പനികളാണ്. ഇപ്പോഴോ ആ പൊതുമേഖലാ കമ്പനികൾ ആ പണി അവസാനിപ്പിച്ചതാണ്. എല്ലാം സ്വകാര്യ മേഖലക്ക് കൊടുക്കും. അപ്പൊ സബ്സിഡി കൊടുക്കുന്നത് കമ്പനികൾക്കാണ്. ഈ കമ്പനികളാവട്ടെ കമ്പോളത്തില് വില, ഇപ്പോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ഒക്കെ വില കൂടുന്നതിനനുസരിച്ച് വളത്തിന്റെ വില കൂടി വരുന്നു എന്നുള്ളതാണ് അനുഭവം. അങ്ങനെ കൂടി വരുന്നതിന്റെ ഫലമായിട്ട് സബ്സിഡിയുടെ ഗുണം കൃഷിക്കാരന് കിട്ടുന്നില്ല. കാരണം സബ്സിഡി ഒരു നിശ്ചിത തുക വളം നിർമ്മിക്കുന്ന കമ്പനികൾക്കാണ് കൊടുക്കുന്നത്. വളത്തിന്റെ വിലയാണെങ്കിൽ കൂടി വരിക. അപ്പോൾ വളത്തിന്റെ വില കൂടുന്നു, വിത്ത് വില വർദ്ധിക്കുന്നു, വൈദ്യുതി വില വർദ്ധിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ഇൻപുട്ട് പ്രൈസ് വൻതോതിൽ വർദ്ധിക്കുന്നു, ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു. എന്നാൽ അതേ സമയത്ത് കാർഷിക ഉൽപ്പന്നത്തിന് കൃഷിക്കാർക്ക് ലഭിക്കുന്ന വില കുറയും. ഇതാണ് പ്രശ്നം. അത് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പൊ കണ്ടുപിടിച്ച വഴി എന്താ? ഇതൊക്കെ പൂർണ്ണമായും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കൊടുക്കും. കാർഷിക മേഖലയുടെ സമ്പൂർണമായിട്ടുള്ള ഉദാരീകരണം നടപ്പിലാക്കുക. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് ലിബറലൈസേഷൻ നടപ്പിലാക്കുക. കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം എന്താ? ലാഭം പരമാവധിയാക്കലാണ്, അല്ലാതെ കൃഷിക്കാരനെ സേവിക്കലല്ല. ലാഭം പരമാവധിയാക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമുള്ള പ്രോഫിറ്റ് മോങ്കേഴ്സ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ കർഷകരെ കൂടുതൽ പിഴിയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് സർക്കാരിന്റെ ഇടപെടലില്ലാതെ, സർക്കാർ നിയന്ത്രണമില്ലാതെ ഒരു സ്വതന്ത്ര കമ്പോളം രൂപപ്പെട്ടു വരുന്നതോടുകൂടി, അത് തന്നെയാണ് ലിബറലൈസേഷൻ, ആഗോളീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദാരവൽക്കരണ നയം കാർഷിക മേഖലയിൽ സമ്പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന്റെ ഒരു മാഗ്ന കാർട്ടയാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല്. അത് നടപ്പിലാക്കുന്നതോടുകൂടി ചൂഷണം ശക്തിപ്പെടുകയും കൃഷിക്കാരൻ കാർഷിക മേഖലയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയും അവൻ മറ്റു തൊഴിൽ തേടി പോവുകയും കൃഷി കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റ് കൃഷി മാത്രമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വരാൻ വേണ്ടി പോകുന്ന അപകടം. നമ്മുടെ രാജ്യത്തെ
മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആശ്രയിക്കുന്ന മേഖല കൃഷിയാണ്. അവന്റെ വരുമാനം ഇനിയും ഇടിയാൻ പോകുന്നു. അവൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം വാങ്ങൽ ശേഷിയെ ബാധിക്കുകയും സാമ്പത്തികമായിട്ട് തന്നെ സാമ്പത്തിക വളർച്ചയെ പോലും അത് ബാധിക്കുന്ന നിലയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഉള്ള ചിത്രം. താങ്ക് യു. അപ്പൊ അല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ സംസാരത്തിന് ശ്രീ രാകേഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സ്റ്റേറ്റുകൾ ഒരു ഫെഡറൽ സിസ്റ്റത്തിനെ വളരെ ഗുരുതരമായി ബാധിക്കാവുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെന്റ് പോലും ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാന അല്ലെങ്കിൽ പഞ്ചാബ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അരി, ഗോതമ്പ് അല്ലെങ്കിൽ ഇത് ഉത്പാദിപ്പിക്കുന്ന 70% ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബിലും ഹരിയാനയിലും കർഷകർ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിനെ ഗൗരവമായിട്ട് ബാധിക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രകടമായ ചോദ്യം. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞു FCIയുടെ റോൾ എന്താണ് ഇനി? എപ്പോഴും സർക്കാർ പറയേണ്ടത് 2 വർഷത്തേക്ക് 1.5 വർഷത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ ലോക്ക്ഡൌൺ കാലത്തൊക്കെ വലിയ പ്രസ്താവനകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സത്യമാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ MSPയുടെ കാര്യം മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ വളരെ അംബിഗ്യസ് ആയിട്ട് വെക്കുകയും അങ്ങനെ വരുമ്പോൾ സംഭരിക്കേണ്ട ആള് സ്റ്റേറ്റും FCIയും കാര്യങ്ങളും അത് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ FCI പോലുള്ള ആൾക്കാർക്ക് റോൾ എന്താണ്? ഈ സമയത്ത് എന്ത് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജിയാണ് ഈ പ്രൊഡക്ഷനോ പ്രൊക്യൂർമെന്റിനോ നമുക്ക് പ്രൊപ്പോസ് ചെയ്യാനുള്ളത്? അതൊരു വളരെ വലിയ ഒരു ക്യാൻവാസിൽ കാണേണ്ട ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റുകളെ കോമ്പാറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക വഴി. അതിന് നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? സംസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് നിർവഹിക്കാനാണ്. ഒന്ന്, ഇപ്പോൾ കോടതിയിൽ പോകുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സംസ്ഥാന പട്ടികയിൽ ആണ്. സുപ്രീം കോടതി സാധാരണ നിലയിൽ ഒരു നീതിയുക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചെങ്കിൽ ഈ നിയമം ജുഡീഷ്യൽ റിവ്യൂ വിൽ തന്നെ പരാജയപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മുടെ സുപ്രീം കോടതി പലപ്പോഴും എടുക്കുന്ന പല സമീപനങ്ങളും കാണുമ്പോൾ നമുക്ക് ഒരു നീതിയുക്തമായ നിലപാട് ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഇന്നില്ല. പിന്നെയുള്ള വഴി എന്താ? പിന്നെയുള്ള വഴി സംസ്ഥാനങ്ങൾ ശക്തമായിട്ട് തീരുമാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മണ്ഡി സമിതികളെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മണ്ഡി സമിതികൾക്ക് സംസ്ഥാനങ്ങൾക്ക് വലിയ പരിമിതി ഉണ്ടാവും. നല്ല പിന്തുണ നൽകിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു സമീപനം സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഇപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളും സർക്കാരുകളും മുൻകൈ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് കോർപ്പറേറ്റ് പ്രൊക്യൂർമെന്റിന് പകരം എന്തുകൊണ്ട് കോപ്പറേറ്റീവ് പ്രൊക്യൂർമെന്റ് സാധ്യമല്ല? നമ്മൾ ഒരു ബദൽ എന്നുള്ള നിലയിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കമ്പനികളും മറ്റും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കർഷകരുടെ FPOകളും മറ്റും രൂപീകരിച്ചുകൊണ്ട് ആ FPOകളുടെ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ എല്ലാം നേതൃത്വത്തിൽ കമ്പനികളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് കർഷകർക്ക് മിതമായ വരുമാനം, ന്യായമായ വരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇടപെടൽ, കർഷക കൂട്ടായ്മയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾ കുത്തകവൽക്കരിക്കുമ്പോൾ കർഷകരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കതിനെ എങ്ങനെ നേരിടാൻ വേണ്ടി കഴിയും, അത് നോക്കേണ്ടതാണ്. തീർച്ചയായും രാജ്യത്താകെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് കിസാൻ സഭയും അതുപോലെ വിവിധ കർഷക സംഘടനകൾ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കർഷക കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർഷക കൂട്ടായ്മകൾ, ഫാമേഴ്സ് ക്ലസ്റ്ററുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ ക്ലസ്റ്ററുകൾ ശേഖരിച്ച് കർഷകർക്ക് ഉയർന്ന വില നൽകുകയും ഈ ക്ലസ്റ്ററുകളുടെയും മറ്റു നേതൃത്വത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും അതിനുള്ള മാർക്കറ്റും മറ്റും കണ്ടെത്തിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ ഈ ഇടപെടലിനെ ചെറുക്കാനുള്ള സാധ്യതകൾ ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതും സംസ്ഥാനങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയ പങ്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കാർഷിക കൂട്ടായ്മകൾക്കും ആ പങ്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കാരണം ഇത് ഇപ്പോ കർഷകർക്ക് വേണ്ട കോപ്പറേറ്റീവ് വളരെ നല്ല ഐഡിയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തില് അങ്ങയുടെ സ്ഥലത്ത് തന്നെയാണ് ബ്രഹ്മഗിരി പോലുള്ള
കർഷകർക്ക് സഹായിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ആ മൂലൊക്കെ നമ്മുടെ ഉദാഹരണങ്ങളാണ് വേറെ തരത്തിൽ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ വരുന്ന ചെറിയ സംശയങ്ങൾ വളരെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. അതായത് ഇപ്പൊ ചിലവരുണ്ട്, ഇപ്പൊ നമുക്ക് പുറമെ പോകുന്ന സാധനത്തേക്ക് ലാഭമായിട്ട് ബിഗ് ബസാറിൽ പോയാലോ മറ്റു സ്ഥലങ്ങളിൽ പോയ സാധനങ്ങൾ കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം? കർഷകർക്ക് അവിടെ പോയി കൊടുത്തൂടെ? അവസാനം അവർ കർഷകരുടെ പിഴിഞ്ഞ് കർഷകരെ ചെറുകിട കച്ചവടക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവസാനം അവര് മേൽക്കൈ നേടി കർഷകരെ പട്ടിണിക്കിടുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി. എന്തായാലും എങ്ങനെയാണ് ഈ കർഷകർക്ക് ഈ ബില്ല് ദ്രോഹമാകുന്നത്, എന്തുകൊണ്ട് അതിനെ എതിർക്കണം, നാളത്തെ നല്ല ഭാവിക്ക് വേണ്ടി കർഷകരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രക്ഷോഭം നടത്തേണ്ട ആവശ്യമുണ്ട്, എന്തുകൊണ്ട് നടത്തിയതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെയാണ് അങ്ങ് അതായത് ഈ ഇതിന്റെ മൊത്തം പ്രഭാഷണത്തിൽ അങ്ങ് എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു. വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞങ്ങൾക്കുള്ള നന്ദി ഔപചാരികമായി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രസന്നയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ കാർഷിക ബില്ല് എന്താണ് യഥാർത്ഥത്തിൽ? ആ ബില്ല് ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ ബില്ല് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അതിന്റെ അകത്തുള്ളത്? അതിന്റെ കർഷകർക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഏത് രീതിയിലാണ് കർഷകർ അതല്ലെങ്കിൽ കർഷക പ്രസ്ഥാനങ്ങൾ അതുപോലെ സംഘടനകളൊക്കെ ചെറുത്തുനിൽപ്പ് എങ്ങനെയൊക്കെയാണ് നടത്തുന്നത് എന്ന് വളരെ വിശദമായി ശ്രീ രാകേഷ് MP ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം അവസാനം പ്രഭാഷണത്തിന്റെ അവസാനം പറഞ്ഞ വർഗ ഐക്യം കൊണ്ട് നേരിടാമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സമരങ്ങളാണ് ഇപ്പോ കർഷകരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പഞ്ചാബ് ഹരിയാനകളിലൊക്കെ എല്ലായിടത്തും രാജ്യത്ത് മുഴുവൻ വളർന്നു വരുന്നത് എന്നത് നമുക്കൊരു ചെറിയ പ്രത്യാശ ഉണ്ടാക്കുന്നു. അതുപോലെ പാർലമെന്റിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചട്ടവിരുദ്ധമായി ഇന്നത്തെ സർക്കാർ ഇത്തരം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമങ്ങളൊക്കെ പാസാക്കി എടുക്കുന്നത് എന്നൊക്കെ വിശദമായി ശ്രീ രാകേഷ് MP ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹത്തിന് ജനസംസ്കൃതിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയം മുതൽ ഈ ഓൺലൈൻ ഇതുപോലെ ഫേസ്ബുക്കിലൂടെ പല പല പ്രഭാഷണങ്ങളും ഓരോ സമയത്ത് പ്രസക്തമായ വിഷയങ്ങൾ വെച്ച് പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനസംസ്കൃതിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആയ പ്രോഗ്രാമാണ് AKG മെമ്മോറിയൽ ലെക്ചർ. രാമനേട്ടൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ വർഷത്തെ AKG മെമ്മോറിയൽ ലെക്ചർ AKGയുടെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ 1-ാം തീയതി ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ തന്നെ നമ്മൾ നടത്തുകയാണ്. ഒക്ടോബർ 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ശ്രീ ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ, അദ്ദേഹം MP ആണ്, അതുപോലെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ പ്രസിഡന്റും കൂടിയാണ്. അദ്ദേഹം AKG മെമ്മോറിയൽ പ്രഭാഷണം നടത്തും. ഈ പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, അത് ഒക്ടോബർ 2-ാം തീയതി ഇപ്പോൾ അന്തരിച്ച ഈ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമ്മൾ ഒരു അനുസ്മരണ പരിപാടി നടത്തുന്നുണ്ട്. അത് വൈകുന്നേരം 4 മണിക്കാണ്. അതും എല്ലാവരും കാണണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ രാകേഷ് MPക്ക് ഒരിക്കൽ കൂടി ജനസംസ്കൃതിയുടെ പേരിൽ നന്ദി പറയുന്നു. ഒപ്പം ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ചോദ്യങ്ങൾ ഉന്നയിച്ചവരും കണ്ടവരും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ജനസംസ്കൃതിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.